എല്ലാവർക്കും നമസ്കാരം. കുറച്ചു കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു പുതിയ ക്ലാസ്സുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. സിദ്ധ ചര്യ എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിപുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായത്തെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ഒരു സമയം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം കർക്കിടക മാസകാലത്തെങ്കിലും ആളുകൾ കുറച്ചുകൂടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഒരു ക്ലാസ് നമ്മൾ വളരെ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഈ ക്ലാസ് പ്ലാൻ ചെയ്യാൻ ഉണ്ടായ കാരണത്തിന് എൻ്റെ ഒരു അനുഭവമായി കൂടെ ബന്ധമുണ്ട്. കാരണം വളരെ കാലങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഞാൻ അനുപമേച്ചിൻ്റെ അടുത്ത് പോവുകയും ആ പോക്ക് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതെന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഒരു 2 ആഴ്ചക്കാലമുള്ള സമയത്ത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു തരാറുണ്ട്, ഇന്ന നിഷ്ഠ പാലിച്ചാൽ മതി, ഇന്നത് ചെയ്താൽ മതി, ആരോഗ്യം ശരിയാകും. പക്ഷെ പലതും നമുക്ക് പ്രാക്ടിക്കലി ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി ആവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാനുള്ളൊരു മടിയും ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നമ്മളുടെ ലൈഫിലേക്ക് നിത്യേനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്ലാസ് ആയിരിക്കും. ഡോക്ടർ അനുപമയാണ് ക്ലാസ് എടുക്കുന്നത്. അനുപമേച്ചി വളരെ കാലങ്ങളായിട്ട് നമ്മളുടെ കൂടെ ഉള്ള ഒരാൾ തന്നെയാണ്. ഋതംബരയുടെ ട്രസ്റ്റ് മെമ്പറാണ്. ആൾ സിദ്ധ ഡോക്ടറാണ്. ഒപ്പം തന്നെ സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ അതീവ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അനുപമേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു സിദ്ധ ഡോക്ടർ എന്ന നിലയിൽ നിന്നും വളരെ വലിയ രീതിയിൽ സാധനയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അനുപമേച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് സംസാരിക്കാം. നമ്മളോടൊപ്പം രാംജി ഉണ്ട്. ഞാൻ രാംജീനെ ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മളോട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. രാംജി, നമസ്കാരം. നമസ്കാരം വിഷ്ണു. ഞാനൊരു യാത്രയിലാണ്. കാണാമോ? കാണാം കാണാം കാണാം. ഓക്കെ. ഇന്നലെ ഋതംബരേന്ന് എല്ലാവരും ഗുരുപൂർണിമയ്ക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സൗന്ദര്യലഹരി ഉപാസന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സിദ്ധചര്യ എന്ന് പറഞ്ഞൊരു ക്ലാസ് ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അനുപമ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഭാരതത്തില് അന്യം നിന്ന് പോകുന്ന ചില ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. എന്തുകൊണ്ട് അന്യം നിന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ അന്യം നിർത്തേണ്ടത് പലരുടെ ആവശ്യമായതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് വലിയ ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ ചിലപ്പോ ഒരു ആശ്വാസം കിട്ടുമോ കിട്ടൂല എന്നുള്ള വേറെ വിഷയം. എന്തായാലും ഒരുപാട് ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണ് വൈദ്യമേഖല. ആ സമയത്താണ് നിങ്ങളുടെ ഋതുചര്യയും സ്വസ്ഥവൃത്തവും ഒക്കെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചില മാറ്റങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരാവുന്നതോ വന്നിരിക്കുന്നതോ ആയിട്ടുള്ള ആഗന്തുകം, അല്ലെങ്കിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വരാനുള്ളത്, ഭാവിയിൽ വരാനുള്ളത് ആയിട്ടുള്ള അസുഖങ്ങളെ തടയാൻ നമുക്ക് പറ്റുമെന്ന് ഭാരതത്തിന്റെ ഋഷി പരമ്പര പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിന്റെ മെസ്സേജ് വായിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ശരീരം ആദ്യം ഗലു ധർമ്മ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാളിദാസൻ പറഞ്ഞാണ്, ശരീരമില്ലാതെ സാധന കൊണ്ട് യാതൊരു ഗുണവുമില്ല. സാധന ചെയ്യണമെങ്കിൽ ശരീരം നല്ലതായിരിക്കണം. എക്സ്റ്റസിയെ ശരീരത്തിൽ കുടികൊള്ളാൻ പാകത്തിന് ശരീരമാക്കി എടുക്കുക എന്നുള്ളതാണ് എല്ലാ സാധനയുടെയും ഉദ്ദേശം. എക്സ്റ്റസി വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകുന്ന ശരീരവുമായി പോയാൽ ധ്യാനം മാത്രം മതി ഒരു വ്യക്തിക്ക് വാസ്തവത്തിൽ അപകടം ഉണ്ടാക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ അത്രയും കനം കൂടിയ ഒരു അനുഭവത്തെ ശരീരത്തിന് താങ്ങാൻ പോലും കെൽപ്പില്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നാഡിയെയും ചക്രങ്ങളെയും ഒന്നും ശുദ്ധിയാക്കാതെയാണ് പലപ്പോഴും സാധനാ പന്ഥാവിൽ തന്നെ ആളുകൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഋഷിമാർ ആദ്യമേ കണക്കാക്കിയ ഒരു കാര്യമാണ് സാധനാ പന്ഥാവിൽ സഞ്ചരിക്കുന്നവർക്കായിക്കൊണ്ട് രസവിദ്യ പോലുള്ള മഹാവിദ്യകളിലൂടെ ശരീരത്തെ ലോഹദേഹസിദ്ധി, വജ്രദേഹസിദ്ധി, വജ്രം പോലെ ആക്കുക, ലോഹം പോലെ ആക്കുക, ഒളി ദേഹസിദ്ധി, ആസ്ട്രൽ ബോഡി ലെവലിലേക്ക് ഉയർത്തുക, അസുഖങ്ങൾ നിരാമയമായ ശരീരമാക്കി മാറ്റുക എന്നുള്ളതൊക്കെ സിദ്ധചര്യയുടെ ഭാഗമാണ്. അപ്പം നമ്മളെല്ലാവരെയും എല്ലാവരും ആരോഗ്യത്തിന്റെ കാര്യം കട്ടപ്പുകയാണ് എന്നാണ് പറയേണ്ടത് ഇന്നത്തെ വാക്ക് പറഞ്ഞാൽ. കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല.
ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ, ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പൊ എന്തായാലും സിദ്ധമാർഗം ആയുർവേദ മാർഗവുമായിട്ട് വ്യത്യസ്തമാണോ അല്ലയോ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ചർച്ചയാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടും ആർഷപ്രോക്തമായിട്ടുള്ള, ഋഷിപ്രോക്തമായിട്ടുള്ള, അർഷമായിട്ടുള്ള മഹാവിദ്യകളാണ്. അത് അതിസൂക്ഷ്മമായി ശരീരത്തിന്റെ വൈറ്റാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ശരീരത്തിന്റെ വൈറ്റാലിറ്റിയാണ് ഈ മാർഗത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്. അതുകൊണ്ട് ശരീരത്തിന്റെ പ്രാണശക്തിയെ, പ്രാണോർജത്തെ വർദ്ധിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ജീവിതചര്യകളെ കുറിച്ചുള്ള അതിരഹസ്യമായിട്ടുള്ള സിദ്ധ മാർഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യത ഉള്ള ഒരാളാണ് ഡോക്ടർ അനുപമ. അത് ഡോക്ടർ അനുപമ ഒരു സിദ്ധ ഡോക്ടർ ആയതുകൊണ്ടല്ല, BSMS ഡോക്ടർ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് സിദ്ധ പാരമ്പര്യത്തിൽ ധാരാളം ആഴത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തിത്വം ആയതുകൊണ്ടാണ്. സാധനാ പന്ഥാവിൽ ഒരുപാട് സഞ്ചരിച്ച വ്യക്തിത്വം ആയതുകൊണ്ടാണ്. എല്ലാ മാസവും മരുത്വാമല കയറുന്ന ഒരു സിദ്ധ ഡോക്ടറാണ് ഡോക്ടർ അനുപമ. ചതുരഗിരിക്ക് തുടർച്ചയായി പോകുന്ന ഒരു സിദ്ധ ഡോക്ടറാണ് ഡോക്ടർ അനുപമ. അത്രയൊക്കെ മതി നിങ്ങൾക്ക് അവരെത്രത്തോളം ആഴത്തിൽ ഇതിന്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് സിദ്ധമാർഗം ശിവപ്രോക്തമാണ്. ആ ശിവപ്രോക്തമായ ഈ സിദ്ധചര്യ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള ശക്തി ജഗദീശ്വരൻ തരട്ടെ. അനുവിന് ഈ ക്ലാസ് ഗംഭീരമായിട്ട് നടത്താൻ ഉള്ള അനുഗ്രഹം പരാശക്തി പരാംബിക നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും പരമാവധി ദിവസം ക്ലാസ് കയറാൻ ശ്രമിക്കാം. ഇന്നിപ്പോ ഒരു യാത്രയിലായതുകൊണ്ടാണ്, കോംപ്രമൈസ്ഡ് ഇൻട്രൊഡക്ഷൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആരോഗ്യം മനസ്സിനും ശരീരത്തിനും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കർക്കിടക മാസം ശരീരം ദുർബലപ്പെടുന്ന സമയമാണ്. ദുർബലപ്പെടുന്ന സമയം മോശമായിട്ട് കണക്കാക്കരുത്. ദുർബലപ്പെടുന്ന സമയം എളുപ്പമാണ്. കാരണം പഴുത്തിരിക്കുന്ന ഇരുമ്പാണ് അടിച്ചു നിവർത്താൻ എളുപ്പം, ഉറച്ചു പോയതല്ല. അതുകൊണ്ട് ദുർബലത എന്നല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. കുറച്ചും കൂടെ കുറച്ചും കൂടെ ഫീബിൾ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൾണറബിൾ ആയിരിക്കുമ്പോൾ വളയ്ക്കാനും തിരിക്കാനും നേരെയാക്കാനും ഒക്കെ എളുപ്പമാണ്. ആ സമയം നന്നായി ഉപയോഗിക്കുക എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓവർ ടു ഡോക്ടർ അനുപമ. അനുപമേച്ചി, ഓ, ഒരുപാട് തുടങ്ങാം അല്ലേ? സ്വാഗതം. വളരെ നന്ദി. തുടങ്ങാം. സ്വാഗതം എന്നത് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും സൗണ്ട് മുറിഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ഒന്ന് സൂചിപ്പിക്കുക കേട്ടോ. അപ്പൊ രാംജിയോട് തന്നെ ആദ്യത്തെ എൻ്റെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി. കാരണം ആ ഒരു തിരക്കിന്റെ ഇടയിൽ ഒന്ന് വന്ന് എന്നെ പറ്റിയും അല്ലെങ്കിൽ ആ സിദ്ധ വൈദ്യത്തെ പറ്റിയും ഒക്കെ, അല്ലെങ്കിൽ ഭാരത ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാൻ അദ്ദേഹം വന്നു, കുറച്ചു നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തു. അതിന് ഏറ്റവും നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ വാക്കുകൾ തുടങ്ങുന്നതിന്റെ എൻ്റെ ഈ ഒരു പാഠ്യപദ്ധതി തുടങ്ങുന്നതിന്റെ മുൻപ് തന്നെ ഇതിനു വേണ്ടി എന്നെ പ്രാപ്തയാക്കിയ ആ പരമ്പൊരുളിനോടും നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ തഥാഗത എന്നെ ഇതിലേക്ക് വിളിച്ചു, എനിക്കിങ്ങനെ അവസരം തന്നു. നിങ്ങളോടൊക്കെ ഞാൻ അനുശാസിച്ചു പോരുന്ന എൻ്റെ വൈദ്യസമ്പ്രദായത്തിന്റെ ചര്യകളെ പറ്റി കുറച്ചു നേരം സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം തഥാഗത ഒരുക്കി. എല്ലാത്തിനും നന്ദി. നമുക്ക് എന്തായിരുന്നാലും ഗുരുപൂർണിമയൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഗുരുവന്ദനം ചെയ്തിട്ട് തുടങ്ങാം. ഞാനൊന്ന് എല്ലാരും ഒന്ന് കണ്ണടയ്ക്കുക. കഴിയെങ്കിൽ കൈവിരലുകൾ കൂപ്പിയിട്ട് തള്ളവിരല് രണ്ടും പിരികത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് ഒന്ന് എല്ലാരും ഗുരുബ്രഹ്മ ഒന്ന് ചാൻഡ് ചെയ്യാം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി. മൂന്ന് തവണ ഒന്ന് ചെയ്ത് വിടുക.
അതിനുശേഷം നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിത്തിരുമിയിട്ട് കണ്ണിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ആ കൈപ്പത്തിയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ തുറക്കുക. ഒരു ചെറിയൊരു കോസ്മിക് കണക്ഷൻ എല്ലാവർക്കും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്രിയ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ പേര് അനുപമ, ഡോക്ടർ അനുപമ. ഞാൻ ഒരു സിദ്ധ വൈദ്യയാണ്. ഞാൻ ബേസിക്കലി ഞാൻ വയനാട്ടുകാരിയാണ്. ഇപ്പൊ ഉള്ളത് ആലപ്പുഴയില് കായംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും താമസിക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ആരോഗ്യത്തെ പറ്റി തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എന്താണ് ആരോഗ്യം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. വോയിസ് പോകുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി, ഇടയ്ക്കൊന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ആരോഗ്യം എന്ന് പറയുമ്പോൾ കേവലം രോഗമില്ലാത്തൊരവസ്ഥ എന്ന് ചിന്തിക്കരുത്. രോഗമില്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പലായനം. പണ്ട് കാലം തൊട്ടേ നമുക്ക് ഈ പലായനങ്ങൾ ഉണ്ട് അല്ലേ? നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പലായനങ്ങളാണ്. ആ പലായനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എവിടെ? നമ്മളുടെ നമുക്കിടയിൽ, നമ്മുടെ രോഗാവസ്ഥയിലും അല്ലെങ്കിൽ ആരോഗ്യത്തിലും ഒക്കെ ഈ ഒരു പലായനം ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവുക, അവിടുന്ന് അടുത്ത ഡോക്ടറെ അടുത്തേക്ക് പോവുക, പിന്നെ വേറൊരു ഡോക്ടറെ അടുത്തേക്ക് പോവുക. നമ്മൾ ഇങ്ങനെ പലായനം ചെയ്യാണ് എല്ലാവരും. നമ്മളെ അടുത്തേക്ക് വരുന്ന രോഗികളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ഇന്ന ഡോക്ടറെ അടുത്ത് കണ്ടു. ചിലപ്പോൾ ഉണ്ടാവും ഒരു 10-15 ഡോക്ടർമാരെ കണ്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ അതിലും ഒരു പലായനാണ്. അപ്പൊ നമ്മൾ ഇന്ന് പലായനം ചെയ്യാണ്. നമ്മൾ കുറെ അലോപ്പതി പോവും. അപ്പൊ അവിടെ ശരിയായില്ല, അപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്നൊരാളുണ്ട്, അങ്ങോട്ട് പോവും. അപ്പൊ അവിടെ ശരിയായിട്ടില്ല, അവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടോ പലപ്പോഴും നമുക്കൊരു കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത അതങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഞാൻ ഒരിക്കൽ മരുത്വമലയിൽ പോയ സമയത്ത് തന്നെ അവിടെ ഞാൻ ഒരു വ്യക്തി, ഒരു അവധൂതൻ എന്നൊക്കെ പറയാം, അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ കുറേ സംസാരിച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ചികിത്സിക്കുന്നു ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ, നിങ്ങൾക്ക് ജീവനെ ചികിത്സിക്കുന്ന ചികിത്സാ ശാസ്ത്രം ഏതാണെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ജീവനെ ചികിത്സിക്കുന്ന ചികിത്സാ ശാസ്ത്രം. അവിടെയാണ് ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളുടെ ആ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോ ജീവനെ ചികിത്സിക്കുക എന്നതിലേക്ക് ഞാൻ വരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൽ 3 ഉണ്ട്. ഇപ്പൊ ഇവിടെ പലർക്കും സിദ്ധവൈദ്യം എന്താന്ന് അറിഞ്ഞ ചേച്ചി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ചേച്ചി കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ആരൊക്കെയോ ഗുഡ് മ്യൂസിക് എന്നൊക്കെ ചാറ്റ് ചെയ്തിട്ടിരുന്ന കണ്ടു. അപ്പൊ അതൊരു സിദ്ധരുടെ ഒരു പാടലാണ്, അല്ലെങ്കിൽ ഒരു പാട്ടാണ് അത്. അപ്പൊ ഈ സിദ്ധവൈദ്യം സമ്പ്രദായത്തിൽ 3 തരം ചികിത്സാ ശാസ്ത്രങ്ങളുണ്ട്. ഒരു മിനിറ്റ്. വോയിസ് മൈക്കിൽ വന്ന ചെറിയൊരു ഇഷ്യൂ ആണ്. ഇത്തിരി നേരം കൊണ്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ആവും കേട്ടോ.
ചേച്ചി കേൾക്കാവോ? ഇല്ല, അങ്ങോട്ട് എന്നെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുറച്ച് ഡിലേ ഉണ്ട് ക്ലാസ്സിൽ. ഇല്ല, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. അപ്പൊ അവസാനം ആ പറഞ്ഞ സോങ്ങിനെ കുറിച്ച് പറഞ്ഞതിന്റെ കുറച്ച് മുൻപ് വരെ പറഞ്ഞത് കേട്ടിട്ടില്ല, അതൊന്ന് റിപ്പീറ്റ് ചെയ്യണേ. 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ? ശരി. അതെ, ഞാൻ സത്യത്തില് ലാപ്ടോപ്പിൽ കയറാനിരുന്നതാണ്. അപ്പൊ ലാപ്ടോപ്പിന് ക്ലാരിറ്റി ക്യാമറയ്ക്ക് പോണ്ടാന്ന് വെച്ചിട്ട് മൊബൈലിന്റെ അടുത്ത് കയറിപ്പോയത്. അതിൽ പറ്റിയൊരു തെറ്റാണ്. അപ്പൊ നെറ്റിൽ എന്തോ ഒരു പ്രശ്നം വന്നു. സോറി കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പം പറ്റുന്നില്ലേ വിഷ്ണു? ക്ലിയർ ആണ്. ഓക്കെ. ഞാനിപ്പോ പറഞ്ഞ ഒന്നും തന്നെ കേട്ടില്ല എന്നുള്ളതാണോ? ഇല്ല, അവസാനത്തെ 1 മിനിറ്റ് മിസ്സായിട്ടുണ്ട്. ഓക്കെ. ഞാൻ എന്താ പറഞ്ഞത്? അപ്പോ സിദ്ധ ഞാൻ വെച്ചിരുന്ന പാട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് സംസാരിച്ചതൊന്നും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഓക്കെ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നമ്മൾ ഈ ആരോഗ്യം എന്ന ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുമ്പോൾ, സിദ്ധവൈദ്യം എന്ന് പറയുന്നത് ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തില് 3 വൈദ്യശാസ്ത്രങ്ങളാണുള്ളത്. അതില് ഒന്ന് ആയുർവേദം, രണ്ടാമത്തത് സിദ്ധ, മൂന്നാമത്തത് യുനാനി. ഇവ 3 ആണ് ഉള്ളത്. അപ്പൊ സിദ്ധ എന്ന് പറയുമ്പോൾ ഭാരതീയ ചികിത്സാ സമ്പ്രദായമാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും ആയുഷ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടാവും. അതിലെ എസ് എന്ന് പറയുന്നത്, അതായത് AYUSH, ആയുർവേദ, യോഗ, യുനാനി, അതുപോലെ സിദ്ധ, പിന്നെ അതുപോലെ ഹോമിയോപ്പതി. അതിൽ സൗറിക്പയും കൂടെ ആഡഡ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എന്താ പറയുന്ന സിദ്ധ എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സിദ്ധവൈദ്യം ഇതാണ്, ഭാരതീയ ചികിത്സാ സമ്പ്രദായമാണ്. അതിപ്രാചീനാണ്, ഒരു കുറേ കൂടി പഴകിയത് എന്ന് വേണമെങ്കിൽ പറയാം. ദ്രാവിഡ ചികിത്സാ സമ്പ്രദായമാണ്. നമുക്ക് ആയുർവേദം എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അത്രയും പ്രചാരം ഉള്ളതാണ്. സിദ്ധവൈദ്യം കൂടുതലായിട്ട് തമിഴ്നാട്ടിലാണ് പ്രചാരത്തിലുള്ളത്. ദ്രാവിഡ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ദ്രാവിഡന്മാരാണ് അല്ലെ? സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ദ്രാവിഡന്മാരാണ്. പിന്നീട് ആര്യൻസിന്റെ ഇൻവേഷൻ വന്നു, അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയുർവേദം, അങ്ങനെയൊക്കെ അതൊക്കെ ഹിസ്റ്ററിയിലാക്കി നമുക്ക് അത്രയും പോകണ്ട. അപ്പൊ നമ്മളുടെ ദ്രാവിഡ സംസ്കാരത്തിന്റെ ചികിത്സാശാസ്ത്രമായിരുന്നു എന്ത്? സിദ്ധവൈദ്യം. ഇന്നിപ്പോ നമ്മളുടെ ചികിത്സാശാസ്ത്രം എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും മോഡേൺ മെഡിസിന്റെ പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോ ഈ സിദ്ധയില് ആരോഗ്യം എന്ന് പറയുന്നതിനെ എന്താണെന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, ഒന്ന് നമ്മളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വെൽബീയിങ്ങിനോടൊപ്പം സ്പിരിച്വൽ വെൽബീയിങ്, അതായത് ആത്മീകമായ ക്ഷേമം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അപ്പൊ ആത്മീകമുണ്ട്, മാനസികമുണ്ട്, സാമൂഹികമായിട്ടുള്ളതും ശാരീരികമായിട്ടും ഒരാൾ വെൽബീയിങ്, ആ ഒരു ക്ഷേമത്തിൽ ഇരിക്കുന്നതാണ് എന്ത്? ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ അയാളുടെ ആ ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇത്രയും തലത്തിൽ കൂടി പോയിട്ടാണ് സിദ്ധവൈദ്യത്തിൽ കാണുന്നത്. ഈ 4 തലങ്ങൾ കവർ ചെയ്യുന്ന വൈദ്യശാസ്ത്രങ്ങൾ ഭാരതീയ ചികിത്സാ സമ്പ്രദായം മാത്രമേ ഉള്ളൂ. മറ്റേതിലേക്കൊന്നും നമുക്ക് ഈ പറയുന്ന ആത്മീകം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ അത്ര ഉന്നതമായ ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങൾ. ഞാനൊരു സിദ്ധ വൈദ്യ എന്ന നിലയിൽ ഞാൻ കൂടുതൽ സിദ്ധയെ പറ്റിയായിരിക്കും സംസാരിക്കുക. കാരണം ആയുർവേദമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ അറിയാം. സിദ്ധവൈദ്യം അല്ലെങ്കിൽ സിദ്ധചര്യ ഇതൊക്കെ ഒരു പുതിയ അറിവായിരിക്കാം ഒരുവിധം എല്ലാവർക്കും. അപ്പൊ ഞാൻ കൂടുതലും അതിന്റെ ഭാഗങ്ങളെ വെച്ചിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ജീവിതത്തില് നമ്മളുടെ ജീവൻ, നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വളർന്നു വന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് 70% രോഗങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഒരു 30% പുറമെ നിന്ന് വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ്, കണ്ടേജിയസ് ആയിട്ട് വരുന്ന ഡിസീസുകളൊക്കെ ഉണ്ട്. അപ്പൊ അവയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമേ തന്നെ നമുക്ക് ചികിത്സിക്കണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ചികിത്സിക്കാനായിട്ട്. അപ്പൊ ആ ഒരു 70% നമ്മളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിച്ചെടുക്കാവുന്ന പല പല കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് തന്നെ പരിഹരിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ ജീവനെ ചികിത്സിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ പോകുന്ന നമ്മളുടെ തനതായ ശാസ്ത്രങ്ങളെ കുറെയൊക്കെ ആശ്രയിക്കുമ്പോഴും നമുക്ക് ഈ ജീവനിലും കൂടെ ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാവരും തിരുക്കുറലിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. തിരുക്കുറൽ
അപ്പം തിരുവള്ളുവർ എഴുതിയതില് ഞാൻ കൂടുതൽ ഈ സംസ്കൃത ശ്ലോകങ്ങൾ ഉപയോഗിക്കില്ല കേട്ടോ. കാരണം ഞാൻ സിദ്ധമായതുകൊണ്ട് തന്നെ തമിഴാണ് കൂടുതലായിട്ട്. അപ്പൊ ഞാൻ എന്താ തമിഴ് പറയണേന്ന് വിചാരിക്കരുത്. കുറെ സംസ്കൃതമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് തമിഴിലുള്ള ശ്ലോകങ്ങളൊക്കെ ഉപയോഗിക്കുക. ഒരുപാടൊന്നും ഉപയോഗിക്കില്ല. വളരെ എളുപ്പത്തിൽ പറയാനായിട്ടുള്ള ഒരു കാര്യത്തിൽ പറയുമ്പോൾ തിരുക്കുറളില് പറയുന്നുണ്ട്, ഉടമ്പാൽ അഴിയിൽ ഉയിരാർ അഴിവാർ. ഉടമ്പാൽ അഴിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടമ്പ് കൊണ്ട് ശരീരം കൊണ്ട് അഴിഞ്ഞു പോയാൽ പിന്നെന്താണ് ഉയിര് കൊണ്ടേ അഴിഞ്ഞു പോയി എന്നാണ്. അപ്പൊ ശരീരം അഴിഞ്ഞാൽ അവിടെ ഉയിര് പോയി. തിടമ്പട മെയ്ஞാനം സേരവേ മാട്ടാർ എന്ന് പറയുന്നുണ്ട്. അതായത് മെയ്ஞാനം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, നമ്മളുടെ നിത്യാനന്ദം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ശരീരം വേണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരത്തിന് ആ ഉടമ്പേ വളർത്തും ഉപായം മറുന്തേ. ഉടമ്പേ വളർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കുമുട്ടെ കുറെ ഭക്ഷണം കഴിച്ച് കുറെ സദ്യ ഉണ്ട്, പിന്നെ ചിക്കനൊക്കെ കഴിച്ച് ഉടമ്പിനെ വളർത്തുക, ശരീരത്തിനെ വളർത്തുക എന്നല്ല ഉദ്ദേശിച്ചത്. ഉടമ്പിനെ കൃത്യമായ ഉപായത്തോടെ വളർത്തിയെടുക്കുക. ആ ഉപായം അറിയുക. എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, എപ്പോ കഴിക്കണം, എത്ര കഴിക്കണം, എന്ത് വ്യായാമം ചെയ്യണം, ഇതൊക്കെ അതാണ് ഉപായം എന്ന് പറയുന്നത്. തിരുക്കുറലിൽ പറയാണ്, ഒരുപാട് വേഴ്സസ് ഉണ്ട് തിരുക്കുറലില്. അപ്പൊ അതില് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ തോന്നിയത് ഒന്നെന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു വേഴ്സ്. അപ്പൊ അതില് പറയാണ് ആ ഉപായം അറിഞ്ഞിരിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. എന്നാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ആ ഉടമ്പിനെ വളർത്താനും ഉയിരിനെ വളർത്താനും സാധിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ശരീരമാണ് എല്ലാത്തിനും ഉപകരണം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിലുള്ള ടൂൾ എന്താണ്? നമുക്കിപ്പോ സാധനാ മാർഗമുണ്ട്, നമ്മൾ മന്ത്രം ജപിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എവിടെ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ശരീരം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഇനി എത്രത്തോളം നമ്മളുടെ എനർജി വളർത്തിയെടുത്താലും, നമ്മൾ എത്രത്തോളം നമ്മൾ ജപിച്ചാലും മന്ത്രം ഒക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനെ പറ്റി നമ്മൾ കൃത്യമായ ബോധത്തിൽ പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഏതൊരു വഴിയിലും സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വിധത്തിൽ സാധകന്മാരായിരിക്കാം. അപ്പൊ ആ സാധകന്മാർക്ക് ഏറ്റവും എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ സാധകന്മാർക്ക് ഈ ഒരു കടമ്പ കടന്നാലേ ഇനി എവിടെയും കടന്നു പോകാൻ പറ്റും. മറ്റേ മാർഗങ്ങളിൽ, അതായത് മന്ത്രമാർഗത്തിലും ജപമാർഗത്തിലും ഒക്കെ എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തിയാലും ഈ ശരീരമാർഗത്തിനെ കടന്ന് നമ്മൾ ഒന്ന് ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ എത്തിയാൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ ഒരു പൂർണ്ണത ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ സിദ്ധവൈദ്യം അല്ലെങ്കിൽ ആ സിദ്ധ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സിദ്ധി എന്നാണ്. അപ്പൊ ഞാനൊക്കെ 17 വയസ്സ് 18 വയസ്സിൽ ഈ സിദ്ധ പഠിക്കാൻ വേണ്ടി പോകുമ്പോ കേൾക്കുകയാണ് അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ. എല്ലാ എക്സാമിന്റെ മുമ്പിലും ഞങ്ങൾ എഴുതും സിദ്ധ കെയിം ഫ്രോം ദ റൂട്ട് വേർഡ് സിദ്ധി, ദാറ്റ് മീൻസ് അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ. എന്താണ് ഈ കുന്തെന്ന് സത്യത്തിൽ മനസ്സിലായിട്ടേ ഇല്ല എന്ന്. എല്ലാ ദിവസവും പഠിക്കും, എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് പാരഗ്രാഫ് ഞങ്ങളുടെ ഇതായിരിക്കും. ചിത്ത് എന്ന വാക്കിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ സിദ്ധി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നു. അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ എന്നാണ് സിദ്ധ എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് തന്നെ അതിന്റെ റൂട്ട് വേർഡ് അതാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും സിദ്ധയിലെ സിദ്ധന്മാർ അതിനെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ആദി ഗുരു എന്ന് പറയുന്നത് ശിവനാണ് ആദി ഗുരു, അല്ലെങ്കിൽ ആ പരമ്പൊരുൾ അല്ലെങ്കിൽ ആ പരബ്രഹ്മം എന്ന് പറയുന്ന അവയിൽ അതിൽ നിന്നാണ് സിദ്ധവൈദ്യം അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. പാർവതിക്ക് ഉര ചെയ്തു എന്നാണ് പറയുന്നത്. പാർവതി ദേവിക്ക് സിദ്ധവൈദ്യം പറഞ്ഞു കൊടുത്തു. പാർവതി ദേവി ആകട്ടെ അതെടുത്തിട്ട് നന്ദിദേവനെ വിളിച്ചിട്ട് സിദ്ധയെ പറ്റി പറഞ്ഞു കൊടുത്തു, ഈ മരുന്നുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് നന്ദിദേവരെ ആരെ വിളിച്ചു? അഗസ്ത്യരെ വിളിച്ചു. അഗസ്ത്യർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് പിന്നെ 18 സിദ്ധന്മാരിലേക്ക് ഇത് എത്തുന്നതും. അതിങ്ങനെ ക്രമേണ വളർന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. ഒരുപാട് വൈദ്യന്മാരുണ്ടായി, സിദ്ധവൈദ്യന്മാരുണ്ടായി. ഇന്ന് എന്നാൽ കുറച്ച് ശുഷ്കിച്ച അവസ്ഥയിലേക്ക് ഈ ഒരു വൈദ്യശാസ്ത്രം പോയിട്ടുമുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലൊക്കെ വളരെ ഊന്നൽ വന്നു നിൽക്കുന്നത് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾക്കാണ്. അപ്പോൾ സിദ്ധയ്ക്കും ആയുർവേദത്തിനും ഒക്കെ തന്നെ ഒരു തട്ടുണ്ട്. എന്നിരുന്നാലും കുറെയൊക്കെ ഒരു ആൾക്കാർക്ക് ഇന്ന് ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. എന്താണ്, എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആഹാരം നമുക്ക് എന്താ പറയുന്നത്, ആഹാരം തന്നെ ഒരു മരുന്നായിട്ട് മാറുന്ന അവസ്ഥയിലാണ് സിദ്ധയിൽ പറയുന്നത്. തിരുക്കുറളില് തിരുവള്ളുവർ ആ എഴുതി വെച്ചിരിക്കുന്ന വേഴ്സസിൽ ഒരുപാട് ഫുഡ് ആസ് മെഡിസിൻ, ഉണവേ മരുന്ന് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് അന്ന് എഴുതി വെച്ചിട്ടുള്ളത്?
ഇതൊക്കെ നമ്മളുടെ ചര്യ എന്ന് പറയുന്നത്, അതായത് ആഹാരചര്യയിൽ ഒരു കൃത്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇത്തരത്തിലുള്ള അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പരമമായ അനുപമേച്ചി സത്യം സൗണ്ട് ബ്രേക്ക് അല്ലെങ്കിൽ ആ ആവുന്നു. നിത്യാനന്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇപ്പൊ ഋതുവരയിൽ വന്നവരും അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ടോ? ആ. നെറ്റ് ഫുൾ ആയിട്ടാണ് ഉള്ളത്. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു മഴയുടെ ഒരു ഇത് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി അതിന്റെ ആയിരിക്കാം നെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓക്കെ ബ്രേക്ക് ആവുമ്പോ ഇടയ്ക്ക് പറയണേ. ഓക്കെ. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള നമ്മളുടെ ആ ഒരു ശരീരത്തിനെ ഒരു വാഹനമായിട്ട് ഈ പറയുന്ന ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോവുക എന്ന് പറയുന്ന വഴിയിൽ ശരീരം ഒരു കാറായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. ഇപ്പോ നാളെ വാഗമണിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോട് നിന്ന് കാറ് പിടിച്ചിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ദൂരയാത്ര പോവാണ് അല്ലെ? നമുക്ക് നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? വാഗമണാണ്. അപ്പൊ ആ കാറിനെ നമ്മൾ എന്താക്കും? നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യില്ലേ, ഒന്ന് നോക്കില്ലേ 4 ടയറും ഓക്കെ ആണോ, അതിന്റെ ഉള്ളിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഈ ഇന്ധനം കറക്റ്റ് ആയിട്ട് ഉണ്ടോ നമ്മൾ നോക്കില്ലേ? ഓയിൽ കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് സർവീസിന് കൊടുക്കും. നമ്മൾ ആ ദൂരെ പോവില്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത്ര ദൂരം വരെ സഞ്ചരിക്കുക. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ശരീരം എന്ന് പറയുന്ന വാഹനവും കൊണ്ട് നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കണം? അത്രയും ദൂരം കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാരും സ്വന്തം തന്നെ ചിന്തിച്ചു നോക്കൂ. ചിലർക്ക് പ്രായം അധികം ആയിട്ടുണ്ടാവില്ല, ചിലർക്ക് പ്രായം അധികം ആയിട്ടുണ്ടാവും. ഇനി എത്രത്തോളം മുന്നോട്ട് പോകാനുണ്ടെന്ന് അറിയില്ല. ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഈ കാലഘട്ടം വരെ അല്ലെങ്കിൽ ഈ കാലം വരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോയത്? അതൊന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറ്റബോധം തോന്നും. ഏറ്റവും മനോഹരമായ ഒരു ശരീരം, ആ മനോഹരമായ ശരീരത്തിന്റെ ഉള്ളിലുള്ളത് ആരാണെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ അറിയാം ആ വലിയ പരമാത്മാവ് അല്ലെങ്കിൽ ആ പരമാണുവിൽ നിന്നുള്ള ഒരു തുള്ളിയായ ഒരു ചെറിയ അണുവാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്. കടലിൽ നിന്ന് ഒരു തുള്ളി ജലം എടുത്താലും അത് കടലിലെ ജലം തന്നെയല്ലേ? നമുക്ക് കടലാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് കടലിന്റെ ഒരു അംശമല്ലേ? അത്തരത്തിലുള്ള ഒരു അണുവിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ആ വെച്ചിരിക്കുന്ന അണുവിനെ നമ്മൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആ പരമാത്മാവിനെ നമ്മളൊരു അമ്പലത്തിൽ കൃത്യമായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മളെ പൂജാമുറി നമ്മൾ എത്ര ഭംഗിയായിട്ടാ വെക്കുക. അതേമാതിരി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ അവിടെ ആ പ്രതിഷ്ഠ എത്ര രസമായിട്ടും എങ്ങനെയാണ് ആ പരമാത്മാവിന്റെ അംശത്തിന് ഈ ശരീരം എന്ന് പറയുന്ന ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്? ആ ശരീരം എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മൾ എങ്ങനെയാണ് ആ ശരീരം വെച്ചിരിക്കുന്നത്? അപ്പൊ ആ ശരീരത്തിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് കുറെ ആചാരങ്ങളുണ്ട് അല്ലെങ്കിൽ ആചരിപ്പുകളുണ്ട്. ഈ ആചരിപ്പുകളാണ് നമ്മള് ചര്യ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജീവിതചര്യ, ഇവിടെ നമ്മൾ അതിനെ സിദ്ധചര്യ എന്നൊരു പാഠ്യ പദ്ധതിയായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സിദ്ധചര്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മളുടെ സമയപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇനി വരുന്ന നമ്മുടെ 5 ദിവസത്തെ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന പണ്ട് കാലത്തുള്ളവർ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ആരെയും നിർബന്ധിക്കാനാവില്ല അല്ലെ? നമ്മളുടെ ഇന്നത്തെ തിരക്കും നമ്മളുടെ ഈ പറയുന്ന ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മളുടേതായിട്ടുള്ള ഡേ ടു ഡേ ദൈനംദിനമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കുറെ ചര്യകൾ, ഈ സിദ്ധചര്യ എന്ന് പറയുന്ന അതിന്റെ പാഠ്യപദ്ധതിയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ ഞാൻ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേ പറയുള്ളൂ. ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനതിൽ ഉൾക്കൊള്ളിക്കാനും പോകുന്നു. അപ്പോ നമ്മുടെ ശൈവ സിദ്ധാന്തം ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും സിദ്ധയുടെ പല കാര്യങ്ങളും വരാറ്. അപ്പൊ ശൈവ സിദ്ധാന്തത്തില് പറയുന്നുണ്ട് നമ്മളുടെ ജനനം മരണം എന്ന് പറയുന്ന ആ ഒരു ആഴക്കടലാണ്. അതിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ജനിക്കുക മരിക്കുക, വീണ്ടും ജനിക്കുക മരിക്കുക. നമുക്ക് നിറയെ ബേർഡ്സ് ആൻഡ് റീബേർഡ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മളുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പറയുന്ന ജനനം മരണം ഇതിൽ കൂടി കടന്നു പോയിട്ട് നമുക്ക് ഒരിക്കലെങ്കിലും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക. അതിൽ ഏറ്റവും ഉദാത്തമായ മനുഷ്യ ജന്മത്തിൽ കൂടി മാത്രമേ നമുക്ക് ആ മോക്ഷപ്രാപ്തി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള മോക്ഷപ്രാപ്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ശരീരത്തിനുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ, ശരീരത്തിലെ പ്രശ്നങ്ങൾ. ഒരൊറ്റ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങളൊക്കെ ജപിക്കാനിരിക്കുകയാണ്.
നമുക്ക് ഒരു 5 ദിവസം ജപിക്കാനുണ്ട്, അല്ലെങ്കിൽ 5 ദിവസത്തെ മെഡിറ്റേഷൻ ഇരിക്കാൻ പോവാണെന്ന് വിചാരിക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജപിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് നട്ടലിനൊരു പ്രശ്നമുണ്ട്. എന്റെ നടുവിന് എന്താണ് ഒരു ഡിസ്കിന്റെ പ്രശ്നമുള്ള ഒരാളായിരിക്കട്ടെ, അല്ലെങ്കിൽ നടു ഇരുന്ന് കഴിഞ്ഞാൽ കാല് മുഴുവൻ മരവിക്കുന്ന സയാറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഞരമ്പിനെ സംബന്ധിക്കുന്നതും എല്ലിനെ സംബന്ധിക്കുന്നതും. നിങ്ങളെ കൊണ്ട് സാധിക്കോ ഒരു കുറച്ച് സമയത്തിന് മെഡിറ്റേഷൻ ഇരിക്കാൻ? സാധിക്കോ? സാധിക്കില്ല അല്ലെ? കാരണം നമ്മളെ ശ്രദ്ധ എവിടെയാ? മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എവിടെയാണ്? അയ്യോ, എന്റെ നടുവിന്റെ അടിഭാഗത്തുനിന്ന് വേദന വരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ശരീരബോധം പോവാൻ ഒരുപാട് സമയം എടുക്കും. ആ ഒരു ധ്യാനത്തിന്റെ അങ്ങേ തലക്കിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതിന്റെ മുൻപ് നമ്മളുടെ ശ്രദ്ധ നേരെ എങ്ങോട്ട് പോകും? അയ്യോ, എന്റെ കാല് മരവിച്ചല്ലോ, ഇനിയിപ്പോ ഞാൻ ഈ കാല് നിവർത്തണമെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ ധ്യാനം കഴിഞ്ഞ് എഴുന്നേക്കണമെങ്കിൽ എത്ര നേരം എടുക്കും? ഇതാണ് നമ്മളുടെ ചിന്ത. ഇനി പോട്ടെ, നിങ്ങളോട് പറയാണ് ഉപവാസം ഇരിക്കണം. ഇനി തിങ്കളാഴ്ച ഉപവാസം, അല്ലെങ്കിൽ വ്യാഴാഴ്ച നല്ല ദിവസം ഉപവാസം ഇരിക്കൂ. അപ്പൊ നോക്കുമ്പോ നിങ്ങൾക്ക് നല്ല അസിഡിറ്റിയാണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെന്ന് അങ്ങോട്ട് കരുതുക. എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുക ഉപവാസം? പറ്റുമോ? കാരണം രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ വയറിരിക്കാൻ തുടങ്ങും. വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞു, വെള്ളം എടുത്തു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വയറിരിയും. നിങ്ങൾ ഉപവാസത്തിനെ പറ്റി ചിന്തിക്കോ, വയറിരിച്ചിലിനെ പറ്റി ചിന്തിക്കോ, ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കോ? സാധിക്കില്ല അല്ലെ? ഉപവാസം പറ്റില്ല. ഞാൻ വളരെ രസകരമായിട്ട് പറയാം. ഒരു പൈൽസ് ഉണ്ടെന്ന് അങ്ങോട്ട് കരുതുക. ഇരിക്കാൻ പറ്റുമോ? പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം നിവർന്നൊന്ന് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതിന്റെ വേദനയിലേക്കാണ് നമ്മളെ ശ്രദ്ധ. അപ്പൊ ഇതൊക്കെ നമ്മളെ രോഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. അതികഠിനമായ സൈനസൈറ്റിസ് ഉണ്ട്, ഫുള്ള് കഫം നിറഞ്ഞു നിൽക്കുക. എങ്ങനെയാണ് പ്രാണായാമം ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ആ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റുക? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക? ജപിച്ചോണ്ടിരിക്കുമ്പോ തുമ്മുക, മൂക്ക് ചീറ്റ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോൾ ജപിക്കാൻ പറ്റുമോ? ഒന്നും സാധിക്കില്ല അല്ലെ? ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കേൾക്കുണ്ടല്ലോ? സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും? ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങൾ, 4 പുരുഷാർത്ഥങ്ങൾ തമിഴില് പറയാന്ന് വെച്ചാൽ അறம், പൊരുൾ, ഇൻപം, വീട് എന്നാണ്. അതില് പിന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പം ധർമാർത്ഥ കാമ മോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധയെ കർമ്മം കരിഷ്യേ എന്ന് പറയുന്നുണ്ട്. അപ്പം സിദ്ധയില് അല്ലെങ്കിൽ നമ്മളുടെ ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത് അறம், പൊരുൾ, ഇൻപം, വീട്. ഈ പറയുന്ന 4 മാർഗത്തിൽ കൂടി വേണം ഒരാൾ കടന്നു പോകേണ്ടത്. എവിടേക്ക് എത്താൻ? ആ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് എവിടെയാണ്? ആരാണ്? ശരീരം തന്നെയാണ്. ഈ പറയുന്ന നമ്മളുടെ ധർമ്മം, നമ്മൾ ധാർമ്മികമായ അല്ലെങ്കിൽ പുണ്യത്തിന്റെ വഴിയിൽ കൂടി കൃത്യമായി പോയി ഭൗതികമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ ഒരു പാതയിലേക്ക് എത്തുമ്പം രോഗമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ സിദ്ധന്മാര് പറയുന്നുണ്ട്, നോയற்ற വാഴ്വേ കുറവற்ற സെൽവം. നോയற்ற വാഴ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതമാണ് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വെൽത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നോയற்ற വാഴ്വിൽ ഞാൻ വാഴ വേണ്ടും സിദ്ധന്മാര് പറയണതാണ്. എല്ലാ സിദ്ധന്മാരും ഇപ്പൊ കുദംബൈ സിദ്ധരുടെ ആ പാട്ടിലൊക്കെ അത് വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ആഗ്രഹിച്ചത് അതാണ്. എന്തിനാണ് ഈ നോയற்ற വാഴ്വിലൊക്കെ പോയിട്ട് ഇവർക്ക് എന്താ കുറെ കാലം ജീവിച്ച് ശരീരമൊക്കെ ഭയങ്കര ആരോഗ്യത്തോടെ വെച്ചിട്ട് ഇവര് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷന് പോകുന്നുണ്ടോ? ഒന്നുമില്ല അല്ലെ? അവർക്ക് എന്താണ് അവരുടെ അച്ചീവ് ചെയ്യേണ്ട ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ടൂള് വേണം. ആ ടൂൾ ആരോഗ്യത്തോടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് സിദ്ധ മരുന്നുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, സിദ്ധ വിധികൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ആയുർവേദ വിധികൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ആയുർവേദത്തിന്റെ റീജുവിനേഷൻ പ്രോസസ്സുകളും അത്തരത്തിലുള്ള തെറാപ്പികളും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിലാണ്. അപ്പോ ഈ സിദ്ധവൈദ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, സിദ്ധവൈദ്യം എന്ന് പറയുന്ന ആ ഒരു വൈദ്യശാസ്ത്രത്തില് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ള സിദ്ധവൈദ്യന്മാര് അല്ലെങ്കിൽ സിദ്ധ ഡോക്ടർമാര് നമ്മള് ഒരു രോഗത്തിനെ കണ്ടുപിടിക്കുക അലോപ്പതിയിലെ ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മോഡേൺ സയൻസ് മാത്രം ബേസ് ചെയ്തിട്ടല്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുമ്പോ ഞാൻ നോക്കുന്ന ഒരു കാര്യമുണ്ട്, നാഡി നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നാഡി നോക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിദ്ധയുടെ മണിമകുടങ്ങൾ എന്ന് പറയുന്നതാണ്. നാഡി ഡയഗ്നോസിസ്, അതുപോലെ വർമ്മ ചികിത്സ എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഇവയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മള് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം എന്ന് നമ്മൾ പറയുന്നുണ്ട്. പഞ്ചഭൂത നിർമ്മിതമായ ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്, പഞ്ചീകരണത്തിലൂടെയാണ് ശരീരം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? പഞ്ചഭൂതം വേറെ എവിടെയാ ഉള്ളത്? നമ്മുടെ ചുറ്റും കാണുന്നതും പഞ്ചഭൂതങ്ങളാണ് അല്ലെ? അപ്പൊ ഈ പഞ്ചഭൂതം പഞ്ചീകരണം നമ്മുടെ ശരീരത്തിലും ഉണ്ട്, പ്രകൃതിയിലും ഉണ്ട്. അപ്പൊ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ.
അപ്പൊ ഈ പ്രകൃതിയുടെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും പൃഥ്വി, ജലം, അതുപോലെ അഗ്നി, അതുപോലെ വായു, ആകാശം, ഇവയൊക്കെ കൂടി ചേർന്ന ശരീരം, പഞ്ചഭൂതമയമായ ശരീരത്തിലേക്ക് എന്താണ് വരുന്നത്? എനർജി വരുന്നതും എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്. പഞ്ചഭൂതമയമായ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു ഊർജം വരുന്നത്, ആണല്ലോ. ഈ ഊർജം വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പഞ്ചഭൂതമായി കണക്റ്റഡ് ആയി നിൽക്കുന്ന പ്രകൃതിയും ശരീരവും, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അണ്ടത്തിൽ ഉള്ളതേ പിണ്ടം, പിണ്ടത്തിൽ ഉള്ളതേ അണ്ടം. ഞാൻ ഇവിടെ ഋതുചര്യയിലേക്കും ദിനചര്യയിലേക്കും ഒന്ന് വരികയാണ്. എങ്ങനെയാണ്? ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം. ഏതോ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞത്, നരേന്ദ്രപ്രസാദിന്റെ വോയിസില് മമ്മൂട്ടിയുടെ ആ മൂവിയിൽ ഇങ്ങനെ പറയുന്നല്ലേ, ആസ് ഈസ് ദ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. അതാണ് അണ്ടത്തിലുള്ളതേ പിണ്ടം, പിണ്ടത്തിലുള്ളതേ അണ്ടം. ചട്ടമുനി എന്ന് പറയുന്ന സിദ്ധർ എഴുതിയതാണ്. അണ്ടമും പിണ്ടമും ഒன்றേ അറുന്തുതാൻ പാർക്കും പോതേ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ പ്രകൃതി എന്താണോ ആ പ്രകൃതിയിൽ നിന്നുള്ള മാറ്റങ്ങൾ എവിടെയും സംഭവിക്കും, നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഋതുക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ദിനത്തിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണ് ആരുടെ പ്രസക്തി വരുന്നത്? ഋതുവിൽ നമ്മൾ ആചരിക്കേണ്ടുന്ന ചര്യകൾ. കർക്കിടകം മാത്രമല്ല കേട്ടോ, സിദ്ധവൈദ്യത്തിൽ വ്യക്തമായിട്ട് 6 കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. 6 കാലങ്ങളിലും എന്തൊക്കെ ആചരിക്കണം. ഇപ്പൊ നമ്മൾ കർക്കിടകം അതൊരു ബിസിനസ്സും കൂടിയാണ്. കർക്കിടകത്തില് ശരീരരക്ഷ എടുക്കുക, അതൊക്കെ സംഭവം ശരിയാണ്. കർക്കിടകത്തിൽ നമ്മളുടെ ശരീരത്തില് നേരത്തെ രാംജി പറഞ്ഞതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, നമ്മൾ പഴുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ശരീരത്തിൽ പിടിക്കും. എന്നിരുന്നാലും മറ്റ് 5 കാലങ്ങളിലും നമ്മൾ ചില ചര്യകൾ സൂക്ഷിച്ചു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കർക്കിടകത്തിൽ മാത്രമാണോ? ഈ കർക്കിടകത്തിൽ മാത്രം എല്ലാ എനർജിയും സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല. മറ്റ് ഋതുക്കളിലും നമുക്ക് എനർജി സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളുടെ ഒരു മെയിൻ ടോപ്പിക്കാണ്. നമ്മൾ ഈ വരുന്ന 5 ദിവസത്തെ ക്ലാസ്സിലെ ഒരു ടോപ്പിക്ക് ഋതുചര്യ. എന്താണ്? അണ്ടമും പിണ്ടമും ഒன்றേ. ആ മാക്രോകോസവും മൈക്രോകോസവും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കൃത്യമാക്കി കൊണ്ടുവരാൻ ഋതുചര്യ. അതോടൊപ്പം ദിനചര്യ. ഇത് രണ്ടും നമ്മളുടെ വഴക്കങ്ങളെ നമ്മൾ കൃത്യമാക്കി കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ഈ പറയുന്ന സിദ്ധചര്യ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പാഠ്യ പദ്ധതിയിൽ ശൈവ സിദ്ധാന്ത പ്രകാരമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എത്ര പേര് ഇനി മറ്റേ ക്ലാസ്സിലേക്ക് കയറും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമ്മളുടെ ബ്രഹ്മപ്രകാശം എന്ന് പറയുന്ന ഒരു പ്രകാശമുണ്ട്, അറിയില്ലേ? ബ്രഹ്മപ്രകാശം ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് ആ ഒരു പ്രകാശം, കോസ്മിക് എനർജി വീഴുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ ബ്രഹ്മപ്രകാശം, കോസ്മിക് എനർജി ഭൂമിയിലേക്ക് വീഴുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ സമയം തൊട്ട് നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇന്ന് അതൊന്നും സാധിക്കില്ല. ആ സമയത്ത് എണീക്കാൻ പറ്റില്ല. ചിലവരുടെ ജോലി കാരണം ആ സമയത്തായിരിക്കും ഉറങ്ങാൻ പോണത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ ആ 3:20, 3 മണി, 3:15 ആ സമയത്ത് നമ്മൾ ഉണർന്ന് ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവാണെന്ന് കരുതുക, അല്ലെങ്കിൽ നാളെ തൊട്ടൊരു ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇതിനൊക്കെയുള്ള പ്ലാൻസ് നമ്മൾ ആ സമയത്ത് ചെയ്തു വെച്ചാൽ കോസ്മിക്കിൽ നിന്ന് കോസ്മിക്കിലേക്ക് കൊടുക്കുന്ന വലിയൊരു ശക്തമായ ഒരു നിർദ്ദേശമാണത് നമ്മളുടെ ഭാഗത്തുനിന്ന് പോകുന്നത്. അത് സപ്പോർട്ട് ചെയ്യാൻ കോസ്മിക് കൂടെ നിൽക്കുന്നതാണ് പറയുക. അത്രയും പവർഫുൾ ആണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മപ്രകാശം ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് വരുന്ന സമയം. ആ സമയം കുറച്ച് സമയം എന്നിട്ട് കിടന്നുറങ്ങിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ഉണർന്നിരുന്ന് നമ്മളൊന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ അത് എന്നോട് ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചോല്ലേ, ഞാൻ ഈ സമയത്ത് മുഴുവൻ ഉണർന്ന് നിന്നിട്ട് പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഞാൻ കിടന്നിട്ട് പിന്നെ ഒരു 9:30 എണീക്കുന്നത്, അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാര്. അപ്പൊ അത് നമ്മളുടെ സൗകര്യം. ഞാൻ ഈ ഒരുപാട് കടുംപിടുത്തം എന്റെ രോഗികളുടെ അടുത്തും പിടിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകണ്ടേ നമുക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരാൾ എന്റെ ക്ലാസ് കേൾക്കാൻ വരില്ല. നമുക്കൊരു വിട്ടുവീഴ്ചകളൊക്കെ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് ഇങ്ങനെ പോയാലേ ഞാൻ രോഗികളുടെ അടുത്ത് പഥ്യം എന്ന് പറയുമ്പോൾ അത്ര പഥ്യമൊന്നും ഇല്ല എന്ന് പറയാം. അപ്പൊ എന്റെ അടുത്തൊരു ഡോക്ടർ വരിക, എന്റെ അടുത്തൊരു ഡോക്ടർ ഉണ്ട്. ഞാൻ നോക്കുമ്പോ അവര് കഞ്ഞി മാത്രമേ കുടിക്കാൻ കൊടുക്കുള്ളൂ. മരുന്ന് കഴിക്കുമ്പോ വളരെ നല്ലതാണ്, മരുന്ന് നന്നായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് 21 ദിവസം 3 നേരം കഞ്ഞി കുടിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് അനുസരിക്കും? അപ്പൊ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാണ്ട്, കാരണം എനിക്ക് രോഗികൾ വരണം, എന്റെ രോഗികൾക്ക് അസുഖം മാറണം. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ബ്രഹ്മപ്രകാശം വരുന്നത് പോലെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് യാമങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക്
നമുക്ക് വരുന്ന ഈ പറയുന്ന 3 മണി, 6 മണി, 9 മണി, 12 മണി, വീണ്ടും 3 മണി, 6 മണി, 9 മണി, 12 മണി, ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട് ഒരു ദിവസത്തില്. ഈ യാമങ്ങളിലെ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നത് മുസ്ലിംസ് നിസ്കരിക്കുന്ന സമയങ്ങളുണ്ട്. ചില ആശ്രമങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് ശാന്തിഗിരി ആശ്രമമാണ്. ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, ഞാൻ അവിടുത്തെ ഡിവോട്ടി ഒന്നും അല്ല, പക്ഷെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ യാമങ്ങളിലൊക്കെ കൃത്യമായിട്ട് ബെല്ലടിച്ച് ഇവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. അവർ നിലത്ത് ചെരുപ്പ് ഊരി നിന്ന് പ്രാർത്ഥിക്കും, നിശ്ചലമായി നിൽക്കും. കാരണം അത് പ്രൂവൺ ആണ്. കോസ്മിക് എനർജി ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ് ഏതാണ്, പ്ലാനറ്റിന്റെ ഒക്കെ മൂവ്മെന്റ്സ്, സണ്ണിന്റെ മൂവ്മെന്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ കോസ്മിക് എനർജി വരുന്ന സമയമാണ് യാമങ്ങൾ. ഈ യാമങ്ങളിൽ നിന്ന് ഒരു കുറച്ചു നേരം നിശ്ചലമായി നിന്ന് ആ ഒരു എനർജിയെ സ്വീകരിക്കുക. വേറെ ഒന്നുമില്ല, കോസ്മിക് എനർജിയെ മാക്സിമം സ്വീകരിക്കുക. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒക്കെ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. പക്ഷെ അതിലും ഒക്കെ മികച്ച എനർജിയാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണുന്ന ഇതിൽ നിന്ന് പൃഥ്വിഭൂതത്തിന്റെ എനർജി നമ്മൾ എടുക്കുന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ അപ്പുഭൂതം, അതായത് ജലതത്വത്തിന്റെ എനർജി എടുക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ അഗ്നിതത്വം എടുക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ആ വായുവിൽ നിന്ന് നമ്മൾ വായുതത്വം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്പേസിൽ നിന്ന് ആകാശതത്വം എടുക്കുന്നുണ്ട്. ധ്യാനം അല്ലെങ്കിൽ ഉറക്കം, ഇതിൽ കൂടിയാണ് ആകാശതത്വത്തിന് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടുന്ന ഒരു വിധമുണ്ട്, അതിനൊരു രീതികളുണ്ട്. ഈ ഉറക്കമായിക്കോട്ടെ, ഉറക്കത്തിനൊക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമ്മൾ അത്രയും വലിച്ചു നീട്ടി പറയുന്നില്ല. ക്ലാസ്സിൽ ഒരു ദിനചര്യയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലേക്ക് ഞാൻ ആ ഉറക്കത്തിനെ കൊണ്ടുവരും. ആഹാരം ഞാനത് ദിനചര്യയിലേക്ക് തന്നെ കൊണ്ടുവരും. അപ്പൊ ഇവയൊക്കെ തന്നെ കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ഋതുചര്യ, ദിനചര്യ എന്ന് പറയുന്ന സെഷൻ. ഇനി അടുത്ത ഒരു മെയിൻ കാര്യം, പ്രാണായാമത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 5 ദിവസവും ഒരു 5 പ്രാണായാമങ്ങൾ, ലളിതമായ പ്രാണായാമങ്ങൾ പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടിൽ ചെയ്യാവുന്നത്. വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അതില് വ്യത്യാസമുണ്ട്. അത് രാജ്യങ്ങള്, ഇനി സ്ഥലങ്ങൾ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ അതിനെ ഈ പറയുന്ന പഞ്ചാംഗത്തിലൊക്കെ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരാൾ ചോദിച്ചതാണ് എല്ലാ രാജ്യത്തിലും ഒരുപോലെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതും എല്ലാ ദിവസങ്ങളിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. ഓരോരോ ഉത്തരായനം ദക്ഷിണായനത്തിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പോ എന്താ പറയുക, പ്രാണായാമം അങ്ങനെ ഒരു 5 പ്രാണായാമം ലളിതമായത് ഞാൻ പറഞ്ഞു തരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രാണായാമം എടുത്താൽ മാത്രം, അത് ചെയ്തു കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഊർജത്തിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനുണ്ട്. ഈ ഊർജത്തിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് നാഡികളെയൊക്കെ ശുദ്ധീകരിക്കാനുണ്ട്. ഞാൻ ആ നാഡികളിലേക്ക് വരാം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും നമ്മൾ ശുദ്ധീകരിച്ചെടുക്കാനുണ്ട്. അതിലേക്ക് ഊർജം കൊടുക്കാനുണ്ട്. ശുദ്ധീകരണം എന്നുള്ളതിനെക്കാളും ഊർജം കൊടുക്കണം. എന്നാലേ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു 5 പ്രാണായാമങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഋതുചര്യ വന്നു, ദിനചര്യ വന്നു, പ്രാണായാമങ്ങൾ വന്നു. ഇനി നമ്മളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാല്, സിദ്ധ വൈദ്യത്തിലെ ഒരു മെയിൻ ഭാഗമുണ്ട്, കായകൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യ. നേരത്തെ രാംജി പറഞ്ഞു, വജ്രം പോലെ ശരീരത്തിനെ വെക്കുക. കായകൽപ്പം, കായം എന്ന് പറഞ്ഞാൽ ശരീരം, അതിനെ നമ്മൾ കല്ല് പോലെ അല്ലെങ്കിൽ വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്നതാക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്, കായകൽപ്പ രീതി. അതില് സിദ്ധയില് കുറച്ച് കായകൽപ്പങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കൽപ്പമുറകൾ, അതായത് ചില മരുന്നുകൾ, വീട്ടിൽ ചെയ്യുന്ന മരുന്നുകൾ. ഞാൻ അതൊന്ന് കുറച്ച് ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഒക്കെ അതിൽ പറഞ്ഞുതരാം. കാരണം ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ പിണി അണുഘാവിധി എന്ന് പറഞ്ഞിട്ട് സിദ്ധവൈദ്യത്തില് രോഗമില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ പോകുന്ന ഒരേ കാര്യങ്ങൾ, 6 മാസത്തിലൊരിക്കൽ വയറിളക്കുന്നതിനെ പറ്റിയും ഛർദ്ദിപ്പിക്കുന്നതിനെ പറ്റിയും നസ്യം ചെയ്യുന്നതിനെ പറ്റിയും ഉറങ്ങുന്നതെപ്പം, ഉണരുന്നതെപ്പം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരാൾ ആചരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വലിയൊരു പോയുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊക്കെ തരും. ഇനി ഇതിലൊക്കെ വലുതായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന, വലുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു വലിയൊരു ഭാഗം വരുന്നത് ആധാരങ്ങളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നു അല്ലെ. ആധാരങ്ങളെ പറ്റി പറഞ്ഞു വരുമ്പോ ഈ പറയുന്ന പഞ്ചഭൂതത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു എനർജിയെ അതിനെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന, നമുക്ക് സഹസ്രാരത്തിലേക്ക് പോകേണ്ട, ഷഡ്ചക്രങ്ങളെ എടുക്കുക ശരീരത്തിൽ. വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഉണ്ടാവും, ഋതുക്കളിലും കാലദേശ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, ഇനി ഒരുപാട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാവുന്ന, സിമ്പിൾ ആയിട്ട് ആർക്കും പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങളെ പറ്റിയാണ്. കാലദേശം എന്ന് പറയുമ്പോണ്ടല്ലോ 5 തരം, ഞാൻ ഒരാൾ ചോദിച്ചതാണല്ലോ കാലദേശ വ്യത്യാസങ്ങൾ. 5 തരത്തിലുള്ള നിലങ്ങളുണ്ട്. തിണൈ എന്ന് പറയും, മരുതം, മുല്ലൈ, നെയ്തൽ, പാലൈ എന്നൊക്കെ പറഞ്ഞിട്ട് 5 തിണകളുണ്ട്. ഈ 5 സ്ഥലത്തിലും ആചരിക്കേണ്ട കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന രാജസ്ഥാനിലിരിക്കുന്ന, ഡെസേർട്ടിലിരിക്കുന്ന ഒരാളും
ലോഡിംഗ് യുവർ വൈറ്റ് ബോർഡ് ഞാനാണോ ചെയ്തത്? അയ്യോ, ഇതെന്ത് പറ്റി? നിത്യ, ഇത് എന്റെ ഭാഗത്ത് നിന്ന് വന്നതാണോ? ഓക്കെ. അല്ല, നമ്മുടെ സാറിന് അപ്പൊ നോക്കിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ ഈ പറയുന്ന 5 തലങ്ങളുണ്ട്, 5 നിലങ്ങൾ എന്ന് പറയും. ഈ പറയുന്ന ഞാൻ വയനാട്ടുകാരിയാണ്. ഞാൻ വയനാട്ടിൽ ആചരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന കായംകുളത്ത് ആചരിക്കാൻ പറ്റില്ല. അത്ര പോലും വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മള് ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന അത് നെയ്തൽ എന്ന് പറയുന്ന അതൊക്കെ ഓരോരോ സ്ഥലങ്ങൾ അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. കുറച്ച് നമുക്ക് എന്താ പറയുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുള്ളൂ. കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആചരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ആ നേരത്തെ കായകൽപ്പത്തിനെ പറ്റി പറഞ്ഞു. ഈ പറയുന്ന ആധാരങ്ങൾ, ഈ പറയുന്ന എനർജി നമ്മളുടെ ശരീരത്തിൽ ഊർജ്ജ സ്രോതസ്സുകളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് ഈ സ്രോതസ്സുകളിൽ നിന്ന് പഞ്ചപ്രാണാദി വായുക്കൾ, പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, ജ്ഞാനൻ, ഇവയുടെ കൂടെ നാഗൻ, കൂർമ്മൻ, കിരുകരൻ, ദേവദത്തൻ, ധനജ്ഞൻ ഇവയെല്ലാം കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ദശവായുക്കൾ. ഏറ്റവും പ്രധാനപ്പെട്ട ദശവായുക്കളാണ് അല്ലെ. ഈ ദശവായുക്കള് പഞ്ചപ്രാണാദി വായുക്കളോടൊപ്പം മറ്റ് 5 വായുക്കളും കൂടി ചേർന്ന് പ്രവർത്തിച്ച് ശരീരത്തിൽ ഊർജത്തിനെ മൊത്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ കൊണ്ടുപോയി എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ചാനലുകളുണ്ട്. അതാണ് 72,000 നാഡീ ഞരമ്പുകൾ എന്ന് പറയുന്നത്. ഈ 72,000 72,000 നാഡീ ഞരമ്പുകളെ അതിനെ ഗ്രൂപ്പ് ചെയ്ത് ദശനാഡികൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ദശനാഡികളൊക്കെ സിദ്ധയില് ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് എന്താ പറഞ്ഞാൽ ഞാനൊക്കെ അതിന്റെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അത്രയും കിടക്കുകയാണ് ദശനാഡികൾ. അപ്പൊ ഞാൻ നാഡി പരിശോധന ചെയ്യുന്ന എനിക്കൊന്ന് കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ സിദ്ധയിൽ നാഡി ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അത് പോയി പഠിച്ചത്. അപ്പൊ അവിടുന്ന് ആ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ വാസ്റ്റ് ആണ്. ഇനി ഒരുപാട് അതൊരു സാഗരാണ്. അതിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന കുട്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും. അത്രയും വലിയൊരു സയൻസ് ആണ് നാഡി എന്ന് പറയുന്നത്. അത്രയുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും A to Z ഉണ്ടെങ്കിൽ ഞാനൊരു ABCയിലൊക്കെ നിൽക്കണേ ഉള്ളൂ, ഇനി അങ്ങോട്ട് കിടക്കുക എന്ന് പറയും. അപ്പോ അത്ര വലിയ അറിവാണ് നമ്മളുടെ ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിലൊക്കെ ശാസ്ത്രത്തിലുള്ളതെന്നാണ് പറഞ്ഞു വന്നത് ഞാൻ. ഈ നാഡികളിൽ കൂടി ഇതിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പ്രാണൻ പോകുന്ന വഴികളിൽ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗങ്ങളെയാണ് വർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മർമ്മങ്ങൾ എന്ന് കേരളത്തിൽ പറയും. യഥാർത്ഥത്തില് സിദ്ധവൈദ്യപ്രകാരം അത് വർമ്മങ്ങളാണ്. അപ്പോ വർമ്മങ്ങളിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ ഇതിനെയൊക്കെ പോകുന്ന റൂട്ടില് എന്തെങ്കിലും ഒരു ഇംബാലൻസ്, ഓടുന്ന റൂട്ടിൽ ഒരു ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഓട്ടക്കുറവ് വരിക, ഇതൊക്കെ വരുമ്പോ എന്താ സംഭവിക്കുക? നമുക്ക് രോഗം വരും. ഈ പറയുന്ന റൂട്ടിലെ ഇംബാലൻസുകളൊക്കെ നമുക്ക് തിരിച്ചറിയുന്ന ഭാഗമാണ് ഈ ഭാഗം. നാഡി പരിശോധന ചെയ്യുന്ന ഭാഗമാണ്. ഇവിടെ പരിശോധിച്ച് വാതപിത്ത കഫത്തിനെ ഒരുപാട് കാര്യങ്ങളായിട്ട് കീറി മുറിച്ചിട്ടാണ് നോക്കുക, നാഡി നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്ര പോലും കൈ നോക്കിയിട്ടാണ് പണ്ടുള്ളവര് ഈ പറയുന്ന നാഡി പരിശോധിച്ചിട്ടാണ് സിദ്ധന്മാര് അല്ലെങ്കിൽ ഋഷീശ്വരന്മാര് രോഗങ്ങളെയൊക്കെ കണ്ടിച്ചറിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ റൂട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? നമ്മൾ എവിടെ പോയി ആദ്യം ചാനലൈസ് ചെയ്യണം? ഷഡ്ചക്രങ്ങളെ ചാനലൈസ് ചെയ്യണം അല്ലെ. കാരണം നമ്മൾ ആ സ്രോതസ്സുകളെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം. കാരണം ആ സ്രോതസ്സുകള് ഡള്ളായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിത ശൈലി കൊണ്ടും വ്യായാമ കുറവ് കൊണ്ട്, നമ്മളുടെ ആഹാര രീതികൾ കൊണ്ട്, നമ്മളുടെ സ്ട്രെസ് കൊണ്ട്, ഇവയെല്ലാം കൊണ്ട് നമ്മളുടെ ആധാരങ്ങളൊക്കെ നമ്മൾ ഇനി എത്ര ജപിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആധാരങ്ങൾ മൂലാധാരം തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് കൃത്യമായിട്ടല്ല പോകുന്നതെങ്കിൽ ഈ ഫ്ലോ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം കുണ്ടലിനിയുടെ ഫ്ലോ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടൊന്നും പോകില്ല. അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക്, എന്നാ പിന്നെ തിരിച്ചു പോകാന്ന് കുണ്ടലിനി വിചാരിക്കും, താഴെ പോയിരിക്കും. ഒന്ന് പൊങ്ങി വന്ന എന്നാ പിന്നെ അനാഹത എത്തിയപ്പോഴത്തേക്ക് അവിടെ അയ്യോ വലിയ ട്രാഫിക് ബ്ലോക്ക്, അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെയൊക്കെ ചിഹ്നം ഭിന്നായിട്ട് കിടക്കുക, അവിടേക്ക് കേറില്ല. ആ റൂട്ടൊക്കെ കൃത്യമായിട്ട് വെച്ചാലേ ഇതൊക്കെ കേറുള്ളൂ. അങ്ങനെ കയറി വരുമ്പോൾ ആ എനർജി മുകളിലേക്ക് എത്തുള്ളൂ. സഹസ്രധളം വിരിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിവരണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ നിത്യാനന്ദത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളുടെ ആധാരങ്ങളെ കൃത്യമായിട്ട് വെക്കണം. അപ്പൊ അതില് ആധാരങ്ങളെ കൃത്യമായി വെക്കാനായിട്ട് കുറച്ച് മുദ്രകളുണ്ട്. മുദ്ര തെറാപ്പി എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും. അപ്പൊ ഈ ആധാരങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള മുദ്രകളെ കുറച്ച് എല്ലാവർക്കും പഠിച്ചു വെക്കാവുന്ന കുറച്ച് മുദ്രകളെ പറ്റി ഞാൻ ഒരു സെഷനിൽ എടുക്കും. അതാണ് നമ്മളുടെ ഒരു സെഷൻ. ഇനി ഒന്ന് ഏറ്റവും കാര്യത്തിൽ നേരത്തെ ചോദിച്ച പോലെ ദേശകാല വ്യത്യാസം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ പ്രകൃതി. എന്നോട് ചില ആൾക്കാർ ചോദിക്കും, എന്റെ പ്രകൃതി എന്നെ കണ്ടാൽ ഞാൻ വാദത്തിലാണോ പിത്തത്തിലാണോ കഫത്തിലാണോ? കേട്ടിട്ടുണ്ടാവും, പലരും ചോദിക്കും. ഞാൻ ചിലപ്പോൾ ചിരിക്കും. കാരണം നമ്മൾ കാഴ്ചയിൽ മാത്രം നമുക്ക് പ്രകൃതിയെ അസസ് ചെയ്താൽ തെറ്റാണ്. വാദ പിത്ത കഫം എന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ 2 മക്കളുണ്ട് അല്ലെങ്കിൽ 3 മക്കളുണ്ട് ഇല്ലേ? അച്ഛനും അമ്മയും 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 5 പേരുടെ
ആഹാര രീതി, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് നമ്മൾ ഒരു ആഹാരം കൊടുത്താൽ അത് മറ്റേ ആൾക്ക് അത് ശരീരത്തിന് പറ്റില്ല. വേറൊരാളുടെ ഇഷ്ടം വേറൊന്നായിരിക്കും. ഇപ്പൊ ഞാൻ ഇടുന്ന ചുരിദാറ് എന്റെ മകൾക്ക് പറ്റില്ല. അങ്ങനെ ഓരോന്നിനും പ്രകൃതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഇന്നിപ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ പ്രകൃതികൾ വ്യത്യാസപ്പെടും. ഈ വ്യത്യാസപ്പെടുന്ന പ്രകൃതി എങ്ങനെയാണെന്ന് അറിയണ്ടേ എല്ലാവർക്കും? നിങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല അല്ലെ? എല്ലാവരും വ്യത്യാസമാണ്. ആ വ്യത്യാസം സിദ്ധവൈദ്യത്തില് 10 രീതിയിലായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ 9 രീതിയായിട്ട് പറയുന്നു. 10 നമുക്ക് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രകൃതി വാത പിത്ത കഫം, അതില് വാതപിത്തം പിത്ത കഫം കഫവാതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്ന ചേർച്ചകളുണ്ട്. തൊന്തങ്ങൾ എന്ന് തമിഴില് പറയും. ഇവയൊക്കെ ഒന്ന് അറിയാനായിട്ട് വേറെ ഒന്നും പറയണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ഷീറ്റ് തരും. ആദ്യത്തെ ദിവസം ഞാൻ മിക്കവാറും ഈ പറഞ്ഞ പ്രകൃതിയെ പറ്റി പറഞ്ഞ് ത്രിദോഷങ്ങൾ എന്താണ്, അവ എങ്ങനെയാണ് ശരി, അത് കുറച്ചൊരു തിയറി ഓറിയന്റഡ് ആയിട്ട് പോകും. എന്നിട്ട് ഞാനൊരു അസസ്മെന്റ് പേപ്പർ തരും എല്ലാവർക്കും. അതെല്ലാവരും ഒന്ന് പ്രിന്റ് എടുത്തിട്ട് സ്വന്തമായിട്ട് ടിക്ക് ചെയ്യാം. ആ ടിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന പ്രകൃതികളെ പറ്റിയും കൂടെ ഒന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകൃതി നിങ്ങൾക്ക് തന്നെ ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാവും എന്റെ പ്രകൃതി വാതപിത്തമാണ്, അപ്പൊ ഞാൻ ഇന്ന കാര്യങ്ങളാ ചെയ്യേണ്ടത്. ഞാൻ അതിനെ പറ്റിയും കൂടി ആഹാര രീതികൾ, വാതപിത്തത്തിൽ എന്ത് ചെയ്യണം, പിത്തവാദത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തു വന്ന് വരുന്ന സമയത്ത് നമ്മൾ ആധാരങ്ങളുടെ എനർജിയെ പറ്റിയിട്ടും ഈ പ്രകൃതിയെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു. പ്രാണായാമം ചെയ്ത് ഊർജ്ജമൊക്കെ കയറ്റുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ ആലോചിക്കുക, നമ്മൾ ദിവസവും വീട് ഇങ്ങനെ അടിച്ചു വാരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് കൂട്ടുക, അല്ലെങ്കിൽ റൂമിന്റെ മൂലയ്ക്ക് കൂട്ടി വെച്ചു. എന്താണ്? മാലിന്യങ്ങൾ കൂട്ടുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസമല്ല, അടുത്ത ദിവസം തന്നെ അവിടെ ആര് വരും? ആദ്യം പാറ്റ വരും, കോക്രോച്ച് വരും അല്ലെ? എനിക്ക് ഒന്ന് വടക്കോട്ട് കൂറാന്നൊക്കെ പറയും. അപ്പൊ ഈ കോക്രോച്ച് വരും. പിന്നെ വേണമെങ്കിൽ അതിന്റെ മുകളിൽ മറ്റ് പ്രാണികൾ വരും. പിന്നെ എലി വരും. എലിയെ പിടിക്കാൻ വേണമെങ്കിൽ പാമ്പ് വരെ വരും. അതാണ് നമ്മൾ വീട്ടിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടാൽ സംഭവിക്കുക. ഇനി നമ്മൾ വീട് ശുദ്ധമല്ലാണ്ട് വെച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരി നല്ല തുടച്ച് വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു വീടും അതൊന്നും ഇല്ലാത്തൊരു വീടിന്റെ അവസ്ഥ. മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ നല്ല അടുക്കൊക്കെയായി ഒക്കെ വലിച്ചു വാരിയിട്ട് അതിന്റെ നടുക്കൊരു വിളക്ക് കൊണ്ട് കത്തിച്ചാൽ വലിയ ശക്തിയൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നുകയില്ല. എന്താ കാര്യം? മാലിന്യ കൂമ്പാരം. നമ്മുടെ ശരീരത്തിൽ ഓരോരുത്തർക്കും നമുക്കൊന്ന് ശരീരം ചിന്തിച്ചാൽ അറിയാം ഇല്ലേ? നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതില് യെല്ലോ ടോക്സിൻ, വൈറ്റ് ടോക്സിൻ എന്നൊക്കെ പറയും. വൈറ്റ് ടോക്സിൻ എന്ന് പറയുന്നത് നമ്മളുടെ കഫമാണ്. കഫമായിട്ട് നിൽക്കുന്ന തലയിലൊക്കെ ഒരുപാട് കെട്ടിക്കിടക്കുന്ന കഫം പലർക്കും ഉണ്ടാവും അല്ലെ? സൈനസൈറ്റിസിന്റെ പ്രശ്നം, തുമ്മലിന്റെ പ്രശ്നം. അതുപോലെ വയറ്, യെല്ലോ ടോക്സിൻ എന്ന് പറയുന്നത് വയറിലുള്ള പ്രശ്നങ്ങൾ, മൂത്രസംബന്ധമായ മാലിന്യങ്ങൾ ഉണ്ടാവും. ഇവയൊക്കെ ഒന്ന് നമുക്ക് പുറന്തള്ളണം. നമ്മൾ ചികിത്സാ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എനിമ കൊടുത്ത് ക്ലീൻ ചെയ്യുക. ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു തെറാപ്പി തന്നെ ആയുർവേദത്തിലും ശുദ്ധയിലും ഒക്കെ ഉണ്ട്. 2-3 ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെയൊക്കെ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് ഡീറ്റോക്സ് ചെയ്യണം. ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരുപാട് കാര്യങ്ങളായല്ലോ എന്ന്. ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇതും കൂടി ചെയ്താൽ മാത്രമേ ആ സിദ്ധചര്യ എന്ന് പറയുന്നത് പൂർത്തിയാവുന്നുള്ളൂ. ആ ഡീറ്റോക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ആക്കി അവിടേക്ക് നമ്മൾ പ്രാണായാമം കൊണ്ട് എനർജി നമ്മൾ നിറച്ച് നമ്മളുടെ ഋതുവിലെയും ദിനത്തിലെയും ചര്യകളെ കറക്റ്റ് ആക്കി ഇത്തരത്തില് ചക്രത്തിന്റെ ഒക്കെ എനർജി നമ്മൾ മുദ്രകളിലൂടെ ക്ലിയർ ചെയ്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുവിധം നമ്മളുടെ രോഗങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ, ആ പ്രതിരോധ ശേഷി നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ ശരീരത്തിലുള്ള പല രോഗങ്ങളെ നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി ജീവിതശൈലി രോഗത്തിൽ, അതായത് ഡയബറ്റീസോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ കൂടുതലായിട്ടുള്ള അവസ്ഥയോ അതല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, BP കൂടിയിട്ടുള്ള അവസ്ഥയോ, അത്തരത്തില് ഈവൻ നമ്മളുടെ ക്യാൻസർ സെൽസിനെ വരെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ അങ്ങനെ ഡെയിലി ഉണ്ടാകുന്നതാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ആ കോശങ്ങളിലൊക്കെയുള്ള അമിതമായ ആ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ, ഞാൻ ഇതിൽ കൂടെ എല്ലാ അസുഖവും മാറ്റുന്നതല്ലേ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ആരും ചിന്തിക്കരുത്. അത്തരത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഡയബറ്റീസ്, HbA1c 12 ഒക്കെ ഉള്ള ഒരാള് എന്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ HbA1c കുറഞ്ഞില്ല എന്ന് എന്നോട് ആരും പറയരുത്. ഞാൻ അത് ഇവിടെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. മരുന്ന് വേണ്ടടുത്ത് മരുന്ന് വേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം സിദ്ധവൈദ്യത്തിലും മരുന്നിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. മന്ത്രം, മരുന്ന്, ജപം, ധ്യാനം, യോഗം ഇതെല്ലാം കൂടി ചേർന്നാലേ നമുക്ക് കൃത്യമായ ഒരു ചര്യ എന്ന് പറയുന്നത് വരുന്നുള്ളൂ. നമ്മുടെ ഒരു ശരീരത്തിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും.
ഇവിടെ ഞാൻ പറയുന്നത് നമ്മളുടെ ശരീരത്തിന് നമ്മൾ എങ്ങനെ ഒരുക്കി വെക്കണം, എത്ര ഭംഗിയാക്കി നമുക്ക് വെക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 5 സെഷനിൽ കൂടി പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇതുവരെ വരാത്തവർക്കാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിയന്ത്രിക്കാം. ഇതിലൊക്കെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, നിങ്ങളിൽ എല്ലാവരും ഒരു പക്ഷെ സാധനാ പദത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ആ സാധനയ്ക്ക് നമ്മുടെ ശരീരം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, ആത്മീപ ആത്മനോ ബന്ധു ആത്മേപ രിപുരാത്മനെ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ബന്ധുവും ആരാണ്? എന്റെ ബന്ധു ഞാൻ തന്നെയാണ്, എന്റെ ആത്മാവിന്റെ ബന്ധു ഞാൻ തന്നെയാണ്, എന്റെ ശത്രുവും ഞാൻ തന്നെയാണ്. എന്റെ ശരീരത്തിന് ശത്രുത ചെയ്യുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. വേറെ ആരും വന്ന് നമുക്കൊന്നും ചെയ്യുന്നില്ല. നിന്റെ ശരീരത്തിലെ എന്താ പറയുക കൊളസ്ട്രോളിനെ വേറൊരാൾ വന്ന് കൂട്ടാൻ പറ്റില്ല, അല്ലെ? ഡയബറ്റീസിനെ, അതൊക്കെ നമ്മളുടെ ചര്യകൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ കൊണ്ടാണ്. നമ്മളുടെ ശത്രു ആരാണ്? അപ്പം അയൽ വീട്ടിലെ വാസുവേട്ടനോ അപ്പുറത്തെ വീട്ടിലെ ദാമോദരൻ ചേട്ടനോ ഒന്നുമല്ല. നമ്മളെ ശത്രു നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ബന്ധുവും നമ്മളാണ്, നമ്മളുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഉദ്ധരേതാത്മരാത്മാനോ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഉദ്ദീപിപ്പിച്ചെടുക്കേണ്ടത്, നമ്മളുടെ ഊർജത്തിനെ കൂട്ടിയെടുക്കേണ്ടത് ആരാണ്? ആ ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് ഉള്ളത്. അത് വേറെ ആരും വന്ന് ചെയ്തു തരില്ല. ഗുരുക്കന്മാര് വഴികാട്ടും, ശാസ്ത്രങ്ങൾ വഴികാട്ടും, പുസ്തകങ്ങൾ വഴികാട്ടും. പക്ഷെ ഇതൊക്കെ വായിച്ചിട്ട് പുസ്തകം എടുത്ത് അടച്ചു വെച്ച് ഗുരു പറഞ്ഞത് കേട്ട് മടക്കി വെച്ചിട്ട് ആരാ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളാണ്, അല്ലെ? ഇത് ചെയ്യാൻ പോകുന്നതും നമ്മളാണ്, ചെയ്യാതിരിക്കാൻ പോകുന്നതും നമ്മളാണ്. അപ്പൊ നമ്മളാണ് ഇതിനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകേണ്ടതിന്റെ മെയിൻ ആളും ആരാണ്? നമ്മൾ തന്നെയാണ്. വേറെ ആരും അതിലേക്ക് വരില്ല. എന്തുകൊണ്ടാണ് നമ്മളുടെ ബോഡി നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നത്? ഒരു വേദന വന്നു, നമുക്ക് എന്തുകൊണ്ട് വേദന വന്നു? നമ്മള് ബോഡിയോട് മോശമായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് അങ്ങനെ പ്രതികരിക്കുന്നത്. അതല്ലാണ്ട് അതിന്റെ തെറ്റല്ല. ശരീരം മോശമായിട്ട് നമ്മളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ അതിനോട് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് കറണ്ടിനെ പറ്റിയൊന്നും ഒരു ബോധമില്ലാത്ത ഒരു സ്ഥലത്ത് പോവാം. അപ്പൊ അവിടെ നല്ല കറണ്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഒക്കെ വയറിംഗ് ഒക്കെ ചെയ്തു വെച്ചൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നു. അപ്പൊ ഒരു താടി മുടിയൊക്കെ വളർത്തി നീട്ടി ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ വന്നിട്ട് ഒരു സ്വിച്ച് ഇടുക, മൊത്തം ലൈറ്റ് കത്തുക. അപ്പൊ നമ്മൾ പറയും മിറാക്കിൾ, അത്ഭുത, ഭയങ്കര എന്താ പറയുക, അവധൂതനാണ്, ഭയങ്കര കഴിവുള്ള ആളാണ്, അയ്യോ ഭയങ്കര മിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ നമ്മൾ പറയുകയാണ്, അല്ലെ? അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടോ? അവിടെ കറണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ലൈറ്റ് കത്തി. ആ ലൈറ്റ് കത്തിക്കാൻ ആ വ്യക്തിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് കത്തിയത്. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ലൈറ്റ് കത്തിക്കാൻ നമുക്ക് അറിയാം, നമ്മൾ പക്ഷെ പലപ്പോഴും അതിന് ചെവി കൊടുക്കുന്നില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിൽ കിടക്കേണ്ടി വരുന്നത്. നമ്മൾ വേറൊരാൾ വന്ന് ലൈറ്റ് ഇട്ട് തരുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മൾ. ആ വയറിംഗ് ഒക്കെ കറക്റ്റ് ആണ് നമ്മളുടെ ബോഡിയിലും. വേറൊരാൾക്ക് അത് ആകാമെങ്കിൽ നമുക്കും സത്യമായിട്ട് അതാകാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഈ ഒരു തേടലില്, നമ്മൾ ഈ പറയുന്ന സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു മാർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ, നമുക്ക് അതിന്റെ ആ ഒരു റൂട്ട് സുഗമമാക്കണമെങ്കിൽ എന്തെല്ലാം വഴികളാണ് നമ്മൾ അതിൽ നേടേണ്ടത്? അതിനൊക്കെ ഉള്ള മെയിൻ ഉപകരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. ആ ശരീരത്തിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതാണ് സിദ്ധചര്യ എന്ന് പറയുന്ന പാഠ്യപദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും അടുത്ത 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തുടങ്ങുന്ന 5 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നട്ടെല്ല്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ആധാരങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ഏറ്റവും നടുവിൽ കൂടി പോകുന്ന ഭാഗത്താണ്. ആ ഒരു ഭാഗത്തില് പോകുന്ന മെയിൻ ഭാഗം ആരാണ്? നമ്മളുടെ സ്പൈനൽ കോഡാണ്. നമ്മളുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന, നമുക്ക് സുഷുമ്ന നാഡി എന്ന് പറയുന്ന ആ ഒരു ഇത് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്ത് വെച്ച്, ആ ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ ചേർന്നിട്ടാണ് ബോഡിയുടെ കംപ്ലീറ്റ്ലി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. ഈ ഇടപിംഗല നാഡികൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന പല സ്ഥലങ്ങളിലും ഈ സുഷുമ്ന നാഡിയോട് ചേരുന്ന ഭാഗത്താണ് ആധാരങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും നോക്കിയാൽ എനർജി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയുന്നത്. ഇതിന്റെ ഒക്കെ ഇരിപ്പിടം സ്പൈനൽ കോഡാണ്. അപ്പൊ ആ നട്ടെല്ലിനെ കുറച്ചൊരു ശക്തമായിട്ട് വെക്കാൻ, ഒരു എനർജി ആയിട്ട് വെക്കാനായിട്ട് ചെറിയ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ, അതൊരു പക്ഷെ ഡെയിലി ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു പക്ഷെ സമയം ഉണ്ടെങ്കിൽ അവസാനത്തെ ദിവസം, അതല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഒരു ലഘുവായിട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 7 സ്റ്റെപ്പ് ഇരുന്ന് ചെയ്യാവുന്ന, നട്ടെല്ലില് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യരുത്, അല്ലാത്തവർക്ക് ചെയ്യാവുന്ന ഒരു 7 വ്യായാമ മുറകൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ആ നട്ടെല്ലിനെ മാത്രം നട്ടെല്ലിനെ ഹെൽത്തി ആക്കി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മതി, ഭയങ്കരമായിട്ടുള്ള ഊർജം ശരീരത്തിൽ ഉണ്ടാവും. അതിനുള്ള ഒരു കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
ാണ് സിദ്ധചര്യ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ ചേർക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ സംഘാടകരുടെ അടുത്ത് പറയാം. അതല്ലെങ്കിൽ ഇവിടെ ചാറ്റിൽ മെസ്സേജ് ഇടാം. പിന്നെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ അറിയിക്കാം. എനിക്ക് എന്തെങ്കിലും ചേർത്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചേർത്ത് തരാം. എനിക്ക് അറിയുന്ന വിഷയങ്ങൾ എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്തു തരാവുന്നത് ഞാൻ ചെയ്തു തരാം. പിന്നീട് ഇത് മാത്രമല്ല, നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു ഫോളോ അപ്പ് പോലെ വേണമെങ്കിൽ വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാം. എന്റെ നമ്പറിൽ ഒരുപക്ഷെ ഞാൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ വിഷ്ണു അപ്പുറത്തിരിച്ചിരിക്കും, എന്നെ വിളിച്ചാൽ കിട്ടില്ല. ഞാൻ ഫോൺ എടുക്കുന്നതിൽ കുറച്ചൊരു വൈമുഖ്യമുള്ള ആളാണ്. വൈമുഖ്യമല്ല, അത് ഞാൻ ഈ ചികിത്സ ചെയ്യാൻ പോകുന്നത്, ഞാൻ വർമ്മ ചികിത്സയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ചികിത്സകൾ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ കൂടുതലും ചികിത്സ ആ റൂമിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ഫോൺ എടുക്കില്ല അങ്ങോട്ടേക്ക്. അപ്പൊ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ വാട്സപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയും. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ മറുപടി ഇട്ട് തരികയും ഒക്കെ ചെയ്യും. അപ്പൊ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾ എന്നെ കേട്ടിരുന്നു. നിങ്ങൾ എന്നെ സഹിച്ചു തന്നെ ഇരുന്നിട്ടുണ്ട്. ഞാൻ തന്നെ സംസാരിക്കുകയായിരുന്നു, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നില്ല. ബോറടിച്ചോന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത്രയും കാര്യങ്ങള് യാമങ്ങളിൽ വ്യത്യാസം വരാറില്ല. ഒരു കൃത്യസമയമായിട്ട് 3, 6, 12, 9 എന്ന് പറഞ്ഞ കണക്കിലാണ് എല്ലാവർക്കും പിന്നെ എന്താ പറയാ കൊണ്ടുപോകാറ്. നമുക്ക് എളുപ്പത്തിന് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചതായിട്ട് തോന്നാം, പക്ഷെ ഇത് ഓരോ ദിവസമായിട്ട് നമുക്ക് കുറച്ച് മുറിച്ച് നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കിതെല്ലാം കൂടി 5 ദിവസം കൊണ്ട് നിങ്ങളെ എത്തിക്കണം. എനിക്കൊരു അവസരം കിട്ടിയതല്ലേ, ഇനി ഒരു അവസരം എവിടെയാ കിട്ടാന്ന് അറിയില്ലല്ലോ. എനിക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി തഥാഗതയ്ക്കും ഈ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തെങ്കിലും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. നന്ദി. ചേച്ചി, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ എടുക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്കൊന്ന് റിപ്ലൈ ചെയ്യാം. വളരെ കുറച്ച് ചോദ്യങ്ങളെ എടുക്കുള്ളൂ. ചേച്ചിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ് നമ്മൾ ഇന്നത്തേത്. ബാക്കി നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവും. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ പറയാം. അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടായാലും ഞാൻ പറഞ്ഞുതരും. നോട്ട്സ് ഉണ്ടാവുമോ? ഞാനൊരു PPT ഒക്കെ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു, പക്ഷെ ഈ ഒരു ക്ലാസ്സിന് PPT വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പതുക്കെ പറയാം ക്ലാസ് എടുക്കുമ്പോൾ. എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളിങ്ങനെ നോട്ട്സ് നമ്മളിങ്ങനെ PPT ഒക്കെ നോക്കി എഴുതുമ്പോൾ നമ്മളുടെ സംസാരിക്കുന്നതിൽ നിന്നുള്ള ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകും. അപ്പൊ കേട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നല്ലത്. അങ്ങനെ എന്താ പറയുക, അത് നോട്ട്സ് ആയിട്ട് എടുക്കുന്ന രീതിയിൽ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ റെക്കോർഡിങ്ങിന്റെ കാര്യം അറിയില്ല. ക്ലാസ്സിന് മുഴുവൻ റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡിംഗ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നീടും റെഫർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റും ചെയ്യും. 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്യാം. ചേച്ചി റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അരുൺജി സംസാരിക്കാം. രാകേഷ് MR ചോദിച്ചു, എന്താണ് സിദ്ധ ചികിത്സയിൽ ഡിസ്ക് ബൾജ് ട്രീറ്റ്മെന്റ് ഉണ്ടോ? സിദ്ധ ചികിത്സയില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർമ്മ ചികിത്സ എന്ന് പറയുന്നത് ആ പറയുന്ന ശരീരത്തിലെ അത്രയും വർമ്മങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള പല സമയത്തുണ്ടായിട്ടുള്ള തട്ടുകള്, അടികള്, വീഴ്ചകള്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ രോഗമായിട്ട് മാറാറുണ്ട്. നമ്മള് ഡിസ്ക് ബൾജ് തനിയെ ഒന്നും വരില്ല. നമുക്ക് അതിനൊരു കാരണമുണ്ട്. അതൊരു വർമ്മ രോഗമായിട്ടാണ് പറയുക. ഞാൻ സത്യത്തില് ഡിസ്കിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. സ്പൈനാണ് ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ. നട്ടലിന്റെ ചികിത്സയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. സിദ്ധ ചികിത്സയിൽ നന്നായിട്ട് തന്നെ അത് ചെയ്യാറുണ്ട്. കാരണം അതിൽ തൊക്കണം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. ഇപ്പൊ കൂടുതലായി കേട്ട് വരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതിനെ കുറിച്ചൊരു ചെറിയ സെഷൻ വെക്കാമോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പറ്റി ഞാൻ പറയാം. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോ ഡിസ്കിന്റെ ചികിത്സയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, രാകേഷ് MR. അരുൺ ചോദിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്ത ഫൈബ്രോമയാൾജിക്ക് സിദ്ധ ചികിത്സ. ആക്ച്വലി ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്.
ഫൈബ്രോമയാൾജിയ കേസ് ആണെന്ന് പറഞ്ഞിട്ട് തള്ളിയ ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി സത്യത്തിൽ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ തങ്ങാനായിട്ട് എന്റെ ക്ലിനിക്കിൽ ഒരു സ്ഥലം ചോദിച്ചു. എന്റെയും ചെറിയൊരു ക്ലിനിക്കാണ്, ഞാൻ തന്നെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരെ ഒന്നും വലിച്ചുവാരി എടുത്ത് ചികിത്സിക്കാറില്ല. വളരെ ശാന്തമായിട്ട് കുറച്ചു പേര് മാത്രം എടുത്ത് ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ് എന്റെ വീടിനോട് ചേർന്നിട്ട്. അപ്പം ഈ ചികിത്സ മുഴുവൻ ഞാൻ തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുക. അപ്പോ കായംകുളത്താണ് ക്ലിനിക്ക്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കേസായിട്ട് വർഷങ്ങളായിട്ട് ആ കുട്ടി കഷ്ടപ്പെടുകയാണ്. പക്ഷെ സത്യത്തില് ഫൈബ്രോമയാൾജിയ എങ്ങനെ ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ കുറെ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ അതിനെ ചികിത്സിച്ചാൽ അത് മാറില്ല, ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരും. യൂഷ്വലി ഞാൻ അലോപ്പതിനെ കുറ്റം പറയല്ല, ഒരു വേദന മാറാതെ നിൽക്കുന്ന വേദനയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നേരെ പറയുക അത് ഫൈബ്രോമയാൾജിയ എന്നാണ്. എനിക്ക് സത്യത്തിൽ ചിരി വരും അത് കേൾക്കുമ്പോൾ. അതിനെ ഫൈബ്രോമയാൾജിയ എന്ന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിട്ട് അതിനെ വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പലപ്പോഴും ഫൈബ്രോമയാൾജിയ ആയിരിക്കില്ല. ഇനി ഫൈബ്രോമയാൾജിയ ആണെങ്കിൽ പോലും നമുക്ക് അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ആയുർവേദവും അപ്പൊ ആ ഒരു ഫൈബ്രോമയാൾജിയ ഒക്കെ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പലപ്പോഴും ഫൈബ്രോമയാൾജിയ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നെഞ്ചിന്റെ ഇവിടെയൊക്കെ പെയിൻ വരുന്ന കേസിന് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞിട്ട് കുറെ സൈക്കാട്രിക് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ഒക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താ പറയുക, ചിലപ്പോൾ പലപ്പോഴും ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ സർവൈക്കൽ ഡിസ്കിന്റെ ഇഷ്യൂ, കംപ്രഷൻ റാഡിക്കുലോപ്പതി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഞാൻ അങ്ങനത്തെ കുറെ കേസസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ് വന്ന കേസുകളാണ്. അപ്പൊ അതുണ്ട്. പിന്നെ ഹെമാൻജിയോമ എന്ന രോഗം എന്താണ്? അതിന് ഹെമാൻജിയോമ എന്ന് പറയുന്ന ഒരു രക്തക്കട്ടിയാണ്. അതിനൊരു ട്രീറ്റ്മെന്റ്, അത് ഈ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി അത് സ്പൈനൽ കോഡിന്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ വെർട്ടിബ്രയുടെ ഇടയിലൊക്കെയാണ് കാണാറ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് അതിന് മരുന്ന് വെക്കാം. ഉള്ളിൽ ഈ രക്തക്കട്ടികൾ അലിഞ്ഞു പോകാവുന്ന സിദ്ധവൈദ്യത്തിൽ നല്ല മരുന്നുകളുണ്ട്, അത് കഴിക്കാം. നേരത്തെ ചോദിച്ചത് ആയുർവേദം സിദ്ധവൈദ്യം തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഭാരതീയ ചികിത്സാ ശാസ്ത്രമാണ്. സിദ്ധ കുറേയും കൂടി പഴയ ചികിത്സാ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് അതിൽ കോൺട്രവേഴ്സീസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞങ്ങൾ പഠിച്ച കാലം തൊട്ട് 10,000 BC അതിൽ നിന്നും അതിന്റെ മുകളിൽ നിന്നുള്ള കാലഘട്ടത്തിന്റെ രേഖകളും ഒക്കെ തന്നെ ഹിസ്റ്ററീസിൽ വന്നിട്ടുണ്ട്. ആയുർവേദത്തില് സിദ്ധയില് എന്നുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാതപിത്ത കഫത്തിനെ നമ്മൾ വെച്ചിരിക്കുന്നതും ആയുർവേദത്തിൽ വെച്ചിരിക്കുന്നതും കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട്, വ്യത്യാസമുണ്ട്. അറേഞ്ച്മെന്റ്സ്, ഈ വാദം പിത്തം കഫം എന്ന് നമ്മൾ വെക്കുമ്പോൾ കഫം പിത്തം വാദം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിൽ ചെറിയ ചെറിയ അങ്ങനെ കുറച്ച് വ്യത്യാസം. രണ്ട് മരുന്നുകളുടെ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. മരുന്നുകളിൽ നമുക്ക് കുപ്പിയിലുള്ള ഈ പ്രിസർവേറ്റീവ്സ് ചേർത്ത സാധനങ്ങൾ കുറെ കുറവാണ് സിദ്ധയില്. പിന്നെ അതുപോലെ അരിഷ്ടങ്ങളില്ല. ഈ അരിഷ്ടം വൈൻ ഫെർമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ സിദ്ധയിലില്ല. അതിന് പകരം തീനീരെന്ന് പറഞ്ഞിട്ട് അതൊരു പാർവതിയുടെ ഒക്കെ കോൺസെപ്റ്റിൽ, ശിവപാർവതിയിലൊക്കെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് തീനീര് എന്ന് പറയുന്നത്. അപ്പൊ ആ തീനീരെന്ന് പറയുന്ന ആ സാധനമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. രണ്ട്, ഭസ്മ സിന്ദൂരങ്ങൾ ആയുർവേദത്തിലും സിദ്ധയിലും ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധയില് അതൊരു വലിയൊരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദത്തിൽ അത് കുറച്ച് കുറവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും അത് വരുന്നുണ്ട് ബേസിക്കലി. പിന്നെ അതൊരു ദ്രവീഡിയൻ, നമ്മുടേത് ദ്രവീഡിയൻ എന്ന് പറയുന്നത് അതൊരു ആര്യൻ ഇതിൽ വരുന്നത്. സംസ്കൃതമാണ് അവിടെ ബേസ്, നമ്മൾ തമിഴിലാണ് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ചികിത്സയിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വർമ്മ ചികിത്സ, തൊക്കണം എന്നൊക്കെ പറയുന്നതാണ്. ആയുർവേദം നമുക്കറിയാം പഞ്ചകർമ്മത്തിൽ കൂടെ പോകുന്നതും അഭ്യംഗം അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഇതിൽ ഒരു 32 പുറം ചികിത്സാ രീതികളുണ്ട്. ആയുർവേദത്തിൽ അത്രയും വരുന്നില്ല. പക്ഷെ നമുക്ക് കേരളത്തിൽ കുറേയും കൂടെ ആയുർവേദത്തിലെ പുറം ചികിത്സാ പദ്ധതികളാണ് കൂടുതൽ. ഞാൻ കൃത്യമായ സിദ്ധ ചികിത്സയിലാണ് പോകുന്നത്. വർമ്മ ചികിത്സയാണ് എന്റെ പുറം ചികിത്സയുടെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ നിന്ന് തൊക്കണം എന്ന് പറയുന്ന മെയിൻ ഡിസ്കിന്റെ ഒക്കെ കംപ്ലൈൻസിനെ കറക്റ്റ് ചെയ്യുന്നത്, മുട്ടിന്റെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഞാൻ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തോ? റേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. വിഷ്ണു, ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചാറ്റ് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഹാൻഡ് റൈസ് ചെയ്ത ആളുകളുണ്ട്, അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കൊടുക്കാം. സഞ്ജയ് ജി ചോദിച്ചോളൂ. നമസ്തേ. നമസ്കാരം. ഞാനൊരു ഉപാസനയായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് ആദ്യമായി ചോദിക്കുന്നത്. 2 പ്രോബ്ലമാണ് എനിക്കുള്ളത്. അത് ഒന്ന് എന്താ വെച്ചാല്, ഈ ഒരു സൈഡിൽ നിന്ന് നീരിറങ്ങുന്ന ഒരു പ്രശ്നം ഒരു 10-15 കൊല്ലമായിട്ടുണ്ട്. ആദ്യം പെരടിയിൽ ഈ കഴുത്തിന്റെ ബാക്കിൽ ഇറങ്ങും, പിന്നെ അതിങ്ങനെ പോവും, അതിങ്ങനെ നടക്കണം. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്ലാസ്സിൽ ചേരാനുള്ള ഏറ്റവും വലിയ കാരണം, എനിക്ക് ഈ
ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അസാമാന്യമായ രീതിയിൽ ഉറക്കം വരും. അസാമാന്യ ഉറക്കം എന്ന് പറഞ്ഞാൽ ബോഡി ഫുൾ ഉറങ്ങൂല, എന്റെ കണ്ണ് ഷട്ട് ഡൗൺ ആവും. ഞാൻ അടുത്തുള്ള ആളിലേക്ക് വികാനൊക്കെ പോകും. അത് ഇപ്പൊ രാംജിയുടെ ക്ലാസ്സിൽ പോലും ചില ദിവസങ്ങളിൽ മാത്രം അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. അത് ഒരിക്കലും എൻ്റെ ഒരു നിയന്ത്രണത്തിലല്ല അത് സംഭവിക്കുന്നത്. ഞാൻ പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ അത് ചില ദിവസങ്ങളിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗുരുജിമാരുള്ള സമയങ്ങളിലാണ് ഞാൻ ഷട്ട് ഡൗൺ ആയി പോവുക. അപ്പൊ രാംജിന്റെ ഈ പരാപൂജ നടക്കുന്ന സമയത്ത് തൃഗംബരെന്ന് ഷട്ട് ഡൗൺ ആയിപ്പോയി. അത് എന്താ നടന്നതെന്നും എനിക്ക് ഒരു ഫുൾ ബ്ലൈൻഡ്. ഞാൻ അവിടെ ഉണ്ട് ഇരിക്കുന്നത്, പക്ഷെ ഒന്നും അറിയില്ല. ഒന്നും രാംജി പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കേൾക്കുക. അത് ഇപ്പം ഒരു 10-13 കൊല്ലമായിട്ട് ശരാശരി 3 മണിക്കൂർ ഉറങ്ങണമെന്നില്ല. ഈ ഉറങ്ങാത്ത സമയങ്ങളിലൊക്കെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ തന്നെ ആ പ്രഭാഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ഭാഗങ്ങൾ ഞാൻ കേൾക്കൂല. അത് റിപ്പീറ്റ് ചെയ്താൽ പോലും കേൾക്കൂല. അത് ഷട്ട് ഡൗൺ ആയിരിക്കും. അവിടെ എത്തുമ്പോൾ ഷട്ട് ഡൗൺ ആവും. അത് കഴിഞ്ഞാൽ അവട്ടക്ക് എന്ന് പറഞ്ഞാൽ ഉണരും ചെയ്യും. അത് എന്താണെന്ന് എനിക്കറിയില്ല. അതിലേക്ക് വരാം. നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ നീരിറക്കത്തിനെ പറ്റി പറഞ്ഞു. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈറ്റ് ടോക്സിൻ എന്ന് പറയുന്ന ഭാഗം നമ്മളുടെ ഈ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന ഈ ഭാഗം 3 മണ്ഡലം ഉണ്ട് ശരീരത്തില്. അപ്പൊ ഈ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന ഭാഗത്തിൽ ഈ വൈറ്റ് ടോക്സിൻ ഒന്ന് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2, ആ ഒരു കോസ്മിക് പവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായ കാര്യങ്ങളെ വരുമ്പോ നമ്മുടെ ആജ്ഞാചക്രം ഇരിക്കുന്ന ഈ ഭാഗത്ത് അല്ലെങ്കിൽ വിശുദ്ധി ചക്രം, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഭാഗത്ത് ഈ ഒരു ശക്തിയെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ അടഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? ടോക്സിൻസ് അടിഞ്ഞിരിക്കുന്നത് കൊണ്ട്. ആൻഡ് എനിക്ക് ഞാൻ താങ്കളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ഡൈജസ്റ്റീവ് വ്യവസ്ഥകളും കുറച്ച് മാറിക്കിടക്കുകയായിരിക്കും. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു വയറിന്റെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു ഭാഗമോ അങ്ങനെയൊക്കെ അതെനിക്ക് നാടി നോക്കുമ്പോൾ കൃത്യം പറയാൻ പറ്റുക. പക്ഷെ ഇതും തമ്മിൽ വയറ് എന്ന് പറയുന്ന സെക്കൻഡ് ബ്രെയിൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ആ സെക്കൻഡ് ബ്രെയിനാണ് ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വയറ് ആഹാരത്തിന്റെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ നിങ്ങളെന്ന് പറയുന്നത് വടക്കോട്ടുള്ളവർക്ക് പ്രശ്നമില്ല, തെക്കോട്ടുള്ളവർക്ക് പ്രശ്നമായിരിക്കും. എന്റെ വായിൽ നിങ്ങളെന്ന് വരുന്നതിൽ ആർക്കും ഒന്നും തോന്നരുത്. കുഴപ്പമില്ല, ഞാൻ കോഴിക്കോടാണ്, അതുകൊണ്ട് എനിക്ക് അതെ അതെ അതെ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് സാറ് നേരിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നേരിട്ട് എന്റെ നമ്പർ വിഷ്ണുവിന്റെ എന്നോ മറ്റോ വാങ്ങിയിട്ട് നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാം. കാരണം ഇതൊരു താങ്കളെ മാത്രം പേഴ്സണലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെച്ചാല് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു വാട്സപ്പിൽ വോയിസ് കൃത്യമായിട്ട് ഇടും, ഞാൻ അതിന് മറുപടി ഇടാം. എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും അത് അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമസ്കാരം പറഞ്ഞോളൂ രാജേഷ്. എനിക്ക് ഓട്ടോഇമ്യൂൺ ഉണ്ട്, പിന്നെ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരുപാട് ഹൈ ആയി. അത് കാരണം എൻ്റെ ലങ്സിനെ അത് അഫക്ട് ചെയ്ത് എനിക്ക് ഇപ്പോൾ ഫൈബ്രോസിസ് വന്നിട്ട്. അപ്പൊ ഈ 3 കാരണം കൊണ്ടുകൊണ്ട് എനിക്കിപ്പോ പിന്നെ എനിക്ക് സന്ധികൾക്കൊക്കെ ഒരുപാട് വേദന നീരായ പിന്നെ എനിക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടു, പിന്നെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ലങ്സിന് കൂടുന്നു പറഞ്ഞു. അതുകൊണ്ട് അത് കൂടാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ്. അപ്പൊ എനിക്ക് ഛർദ്ദിക്കാൻ വരും, വയറിനകത്തൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ 1 മാസം ഞാൻ ശാന്തിഗിരിയിൽ അഡ്മിറ്റ് ആയിരുന്നു, പാലക്കാട്. അപ്പൊ അവിടെ നിന്ന് എൻ്റെ ആ വയറിന്റെ അസുഖം മാറി. പിന്നെ തിരിച്ചു വന്ന ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മള് ഭക്ഷണം കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും, വേണമെന്നൊരു ടേസ്റ്റ് ഇല്ല വായില്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഇതില് ചികിത്സ ഉണ്ട്. രാധചേച്ചി, ഞാനിപ്പോ ഞാൻ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇതിലൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ എല്ലാ രോഗിയും ഞാൻ ഓൺലൈനായിട്ട് സത്യത്തിൽ ചികിത്സിക്കാറില്ല. ഞാൻ ഒക്കെ ആൾക്കാരെ നാടി നോക്കിയതിന് ശേഷം ഞാൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് ഞാൻ ചെയ്യുക.
എന്നിരുന്നാലും ഇതിനൊക്കെ ചികിത്സകൾ, ഈ കണ്ടീഷൻസിനൊക്കെ ചികിത്സകളുണ്ട്. പക്ഷെ അത് ഏത് തരത്തിൽ എത്തിയെന്ന് ആടി നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചികിത്സിക്കുക. അപ്പൊ നമുക്കിത് പേഴ്സണലായിട്ട് രാധ ചേച്ചി എന്നോട് നാളെ മറ്റൊന്ന് ഫോണിൽ ഒന്ന് വിളിച്ചോളൂ, ഒരു സമയത്ത് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ട് വിളിച്ചോളൂ, ഞാൻ നേരിട്ട് ഫോണിൽ കൂടി തന്നെ സംസാരിക്കാം. ഒന്ന് വിഷ്ണുവിന്റെ അടുത്ത് ഫോൺ ചോദിച്ചാൽ നമ്പർ എനിക്ക് തന്നാൽ മതി. ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇവർ തരും കേട്ടോ. ശരി. അപ്പൊ ഞാൻ വന്ന് കാണാനാണെങ്കിലും വരാം. അതായിക്കോട്ടെ, നമുക്കൊന്ന് ഫോണിൽ സംസാരിച്ചിട്ടേ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ. ബോംബെയിലാണ് ഞാൻ താമസിക്കുന്നത്. നാട്ടിലിപ്പോ വരണം എന്നുണ്ടായിരുന്നു. അപ്പൊ ടിക്കറ്റ് കിട്ടാഞ്ഞുകൊണ്ട് ഞാനിപ്പോ വന്നില്ല. അവിടുന്ന് ശ്രീവിദ്യ ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ വരണ്ടായിരുന്നു, കാഞ്ഞങ്ങാട്. പക്ഷെ വരാൻ പറ്റിയില്ല. ഇപ്പൊ ഞാനത് അതുകൊണ്ട് പോവാതിരിക്കുകയാണ്. ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് നോക്കാം, നമുക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കും കേട്ടോ. ശരി. അപ്പൊ ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ വരാം. തീർച്ചയായും, സന്തോഷം. താങ്ക് യു സോ മച്ച്. വിഷ്ണു, ശ്രീകുമാർ ജി ചോദിക്കാം. ഞാനൊരു വെയിറ്റ് ലിഫ്റ്റർ ആണ്. ഹലോ, കേൾക്കാമോ? പറയൂ. കേൾക്കാം. ഞാനേ ഒരു വെയിറ്റ് ലിഫ്റ്റർ ആണ്. അപ്പൊ ഇപ്പം കുറച്ചു നാളായിട്ട് എനിക്ക് നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പം തൊട്ട് കോവിഡ് സമയത്ത് എക്സർസൈസ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എക്സർസൈസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പവർ ലിഫ്റ്റിങ്ങിനുള്ള ബോഡി ലിഫ്റ്റിങ്ങിനൊക്കെ ഉള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റാതായിട്ട്. അപ്പൊ ഇപ്പം എനിക്കൊരു ഷോൾഡർ പെയിനും അത് കഴിഞ്ഞപ്പം വന്ന് അത് കുറച്ച് എണ്ണയൊക്കെ ഇട്ട്, നമ്മൾ സാധാരണ എന്ത് കിട്ടിയാലും എണ്ണ വെച്ച് ചൂട് പിടിക്കലാണല്ലോ, അത് ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്കൊരു പിടുത്തമുണ്ട്. അത് കാരണം എനിക്കത് അത്രയും ഫ്രീ ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനപ്പം ഒരു തിരുവനന്തപുരത്ത് വരുന്ന ഒരു സിദ്ധവൈദ്യൻ, അത് നമ്മുടെ ഈ അവിടെ ഒരു ആശുപത്രിയല്ല, അവിടെ ഒരു മരുന്ന് ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ അദ്ദേഹം വന്നിട്ട് ചെയ്യാം. അപ്പൊ നോർത്ത് ഇന്ത്യൻ. അപ്പൊ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ മാറ്റണം, നിങ്ങളുടെ ശരീരം പിത്ത പ്രകൃതിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ പിത്തപ്രകൃതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല മെല്ലിച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ ശരീരം മെല്ലിച്ച രീതിയിലാണ്. അപ്പൊ അതെന്താ അങ്ങനെ സംഭവിച്ചെന്നൊന്നും അറിയണമായിരുന്നു. പിത്തപ്രകൃതിയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണോ അറിയേണ്ടത്, അതോ തോളിന്റെ വേദനയെ പറ്റിയാണോ അറിയേണ്ടത്? ഞാൻ പറഞ്ഞില്ല, പ്രകൃതി അല്ല പുള്ളി അത് എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം പുള്ളി നാടി പിടിച്ചു നോക്കി, രണ്ട് കൈയുടെയും എന്നിട്ട് രണ്ട് കൈപ്പത്തിയും എല്ലാം നോക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞതാണ്. അല്ല, അപ്പൊ എന്താ തോളിന്റെ പ്രശ്നമാണോ അറിയേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോളിനെ ഒന്ന് നൂത്തെടുക്കണം, അത് വേറൊരു കാര്യം. ഇതിപ്പം ഈ പിത്തപ്രകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആഹാര സാധനങ്ങൾ, എന്തോ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ നമ്മളുടെ ആ ഒരു ക്ലാസ്സിൽ, ഞാനിപ്പോ വരുന്ന ക്ലാസ്സിൽ ഒരു അസസ്മെന്റ് ഫോം ഒക്കെ തരുന്നുണ്ട്. പറ്റുമെങ്കിൽ അതിൽ ജോയിൻ ചെയ്തിട്ട് ആ അസസ്മെന്റ് ഒന്ന് സ്വന്തം ചെയ്ത് നോക്കൂ. അതിനനുസരിച്ചിട്ടുള്ള ആഹാര രീതികളും ഞാൻ പറയുന്നുണ്ട്. അതിൽ പറ്റുമെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്തിട്ടൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കും. എന്നിട്ട് സംശയം വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി എടുക്കാൻ പോകുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ഓക്കെ മാം, താങ്ക് യു. ഹലോ മാം. മാം, ഈ കായകൽപ്പത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ കായകൽപ്പം അത് നമുക്ക് ചെയ്യാവുന്ന ഒരു ചികിത്സ പദ്ധതിയായിട്ടാണോ അത് ഉള്ളത്? കായകൽപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അതില് കർപ്പമുറകളുണ്ട്, ഒരുപാടുണ്ട്. അതായത് നമ്മളുടെ ഈ പറയുന്ന ഈ ദിനചര്യ അല്ലെങ്കിൽ ശുദ്ധചര്യ എന്ന് പറയുന്നത് തന്നെ ഒരു കായകൽപ്പ രീതിയാണ് സത്യത്തില്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്ന കായകൽപ്പ മൂലികകൾ, അതായത് കായകൽപ്പ മരുന്നുകൾ എന്താണോ നമുക്ക് കഴിക്കാവുന്നത്, അതിനെപ്പറ്റി ഒരു ചെറുതായിട്ടൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. വീട്ടിൽ ചെയ്യാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിക്കുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്ന വീട്ടിലെ സാധനങ്ങൾ വെച്ച് കഴിക്കുന്നത്. അപ്പൊ അത് ചില നമുക്ക് വെളിയിൽ കാണുന്ന ചില ചെടികൾ അത് പറഞ്ഞുതരും. പിന്നെ ഈ പറയുന്ന ചര്യകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ശരീരത്തിനെ വജ്രം പോലെ വെക്കാൻ സഹായിക്കുന്ന ചര്യകളാണ്.
അതാണ് ഉം. കർപ്പമുറ, കർപ്പമുറ എന്ന് പറയുന്നത്. അല്ലാതെ ആ, അതിന് വേറൊരു സ്ഥലത്ത് പോയിരിക്കേണ്ട ആവശ്യം സത്യത്തിൽ ഇല്ല. നമ്മൾ ആ, ചെയ്യുന്ന സാധന, മന്ത്രം, ജപം അതൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോയി നമ്മളെ എനർജിയെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ എനർജിയെ നമ്മൾ കൃത്യമായി വെക്കാനായിട്ട് ഈ കൽപ്പമൂലികകള്, ചെറിയ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഇപ്പം സാധാരണ ചില ആൾക്കാർ ഈ പ്രായം കൂടുന്തോറും നടത്തയുടെ ഇത് കൂട്ടണമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? അത് അങ്ങനെ അതൊരു നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല ഈ നടത്തത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ പ്രായം കൂടുന്നോണ്ട് നടത്തം കൂടുന്നല്ല. അതായത് ഏത് ട്രൗസർ ആണോ നമുക്ക് പാകാവോ അത് എടുത്തിടുക. നമ്മളെ ശരീരം എന്ത് പറയുന്നു അതിന് മാത്രം പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യാൻ വേറൊരാൾ ചെയ്യാൻ പറയുന്നതനുസരിച്ച് അയാളുടെ ശരീരത്തിന്റെ അനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് അപകടമായി മാറും. നമ്മളുടെ മസിൽസ് ചിലപ്പോൾ അതിനോളം തക്കവണ്ണം, കാരണം നമ്മളിപ്പോ ഇത്രയും നാൾ ജീവിച്ചു പോകുന്നില്ലേ, നമ്മുടെ ശരീരത്തിന് നമ്മൾ കുറെ ടോർച്ചേഴ്സ് കൊടുത്തില്ലേ, ഇനി നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ നോക്കാനായിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാം. ഇപ്പൊ പിന്നെ എന്താ പറയുന്ന ഈ എന്താ പറയുന്ന സംതിങ് ചാടുന്നത് കണ്ട് ഇത് ചാടാൻ നോക്കരുതൊക്കെ പണ്ട് പറഞ്ഞു. അപ്പൊ ആനയ്ക്ക് ആനയുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അണ്ണാന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആന ചെയ്യുന്നത് അണ്ണാൻ ചെയ്യുന്ന ആനയും ചെയ്യാൻ നോക്കിയാൽ പ്രശ്നങ്ങളാവുക ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരം അതിനെ എതിർത്ത് നിൽക്കാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വേറൊരാള് ഇങ്ങനെ പറഞ്ഞത് കോമൺ ആയിട്ട് എടുക്കരുത്. ഒരു കാര്യങ്ങളും കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്യാതെ നമ്മുടെ ശരീരം, ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പോലും അവനവന്റെ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യണം. അപ്പൊ ഞാൻ പറയാണ് കുനിഞ്ഞ് ചമ്രം പടിഞ്ഞ് കുനിഞ്ഞ് തല നിലത്ത് മുട്ടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് തല മുട്ടിക്കാൻ നോക്കിയാൽ മുട്ടാത്ത തലയാണെങ്കിലോ നിങ്ങളുടെ മുട്ട് അല്ലെങ്കിൽ തൊട വഴങ്ങുന്നില്ല, നിങ്ങളുടെ നട്ടല് വഴങ്ങുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ അത് ചെയ്താൽ എന്താ പറ്റുക, ആ മസിൽസ് ടിയർ ആവും, നടുവിന്റെ അവിടെ ഇഷ്യൂ വരും, ഉളുക്കും, ഇതൊക്കെ പറ്റും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഇപ്പൊ പ്രായം ആയതുകൊണ്ട് കുറെ നടക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇത്രയാണ് നടക്കാൻ പറ്റുന്നത്, അത് അത്രയും ചെയ്താൽ മതി, ബുദ്ധിമുട്ടിക്കാതിരിക്കുക ശരീരത്തിന്, അത്ര ഉണ്ട്. പിന്നെ മാഡം മറ്റേ ബ്രഹ്മമുഹൂർത്തം മറ്റേ കോസ്മിക് എനർജിയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പം മാം പറഞ്ഞു മറ്റേ ശാന്തിഗിരിയില് ഇങ്ങനെ 5 സമയത്ത് യാമങ്ങളിൽ ഇങ്ങനെ കോസ്മിക് എനർജി വരുമെന്ന് പറഞ്ഞു. അപ്പം ശാന്തിഗിരിയിലല്ല, പ്രകൃതിയിലേക്ക് മുഴുവൻ വരുന്നുണ്ട്. ഞാൻ ശാന്തിഗിരിയുടെ ഞാൻ എടുത്തു പറയാം, ശാന്തിഗിരിയുടെ ഒരു ഇതല്ല ഞാന്. ശാന്തിഗിരിയിൽ ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു ചെറിയ പ്രായം തൊട്ട് ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് എനിക്ക് ഗവൺമെന്റ് ഇതിൽ സീറ്റ് കിട്ടിയത് അവിടെയാണ്. കേരളത്തിൽ ഈ ഒരു കോളേജേ ഉള്ളൂ. അതുകൊണ്ട് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രഹ്മപ്രകാശം വരുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അത് ഭൂമിയിൽ എമ്പാടും ഉണ്ട്. അതുപോലെയുള്ള യാമങ്ങളിലുള്ള ഈ ഒരു വ്യത്യാസം എല്ലായിടും ഉണ്ട്. ചോദിച്ചോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ യാമങ്ങളിൽ ഏറ്റവും കൂടുതൽ കോസ്മിക് എനർജി ബ്രഹ്മമുഹൂർത്തത്തിലാണോ? അതെ അതെ അതെ, ബ്രഹ്മപ്രകാശം വരുന്നത് ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മമുഹൂർത്തം അതിലാണ്. ബ്രഹ്മമുഹൂർത്തം യഥാർത്ഥത്തിൽ എത്ര സമയം തൊട്ട് എത്ര മണി വരെ? അങ്ങനെ ഞാൻ ആ ദിനചര്യയിലേക്ക് വരുമ്പോ അത് ഞാൻ കൃത്യമായിട്ട് ടൈമിംഗ് ഇട്ട് തരാം. പിന്നെ ഈ യാമങ്ങൾ ഏതൊക്കെ സമയം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം, ഓരോ യാമങ്ങൾ എങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞ ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്. ഇതിന്റെ ഒരു നടുവിൽ നിൽക്കുന്ന 3, 6, 12 അങ്ങനെ 2.24 എന്നൊക്കെ പറഞ്ഞ കുറെ കണക്കുകളുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇതാണ് ശാന്തിഗിരിയിലൊക്കെ ഫോളോ ചെയ്യുന്ന രീതി. അതുപോലെ ഇസ്കോൺ ടെമ്പിളിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയില് പല സ്ഥലത്തും ആർത്തി എന്നാണ് അവർ പറയുക. ആർത്തികൾ ചെയ്യുന്നതൊക്കെ ഈ 3, 6, 9, 12 ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ഇസ്കോണിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. അവിടെ ഈ ടൈമിലൊക്കെ ബെല്ലടിച്ചിട്ട് ഇത് ചെയ്യും. പിന്നെ ഞാൻ ടൈമിംഗ് ഇട്ട് തരാം. നമുക്ക് ചോദ്യങ്ങൾ കൂടുതലും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ളതാവാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ട തരത്തിലുള്ള കോണ്ടാക്റ്റും അതിനുള്ള നിർദ്ദേശങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പ്രകാശ് ചോദിച്ചു. നമസ്കാരം മാഡം, എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോൾ UAE-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പം തഥാഗത ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ശ്രീവിദ്യയുടെ മറ്റേ ദേവി ഭാഗവതത്തെ സംബന്ധിച്ച്. അത് ഈ ക്ലാസ്സുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുമോ എന്നൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും 2 ക്ലാസ്സും ഒരേ സമയത്ത് വരില്ല. അതായത് ഒരേ ദിവസം, അതായത് നമ്മളിപ്പം 5 ദിവസമാണ് സിദ്ധചര്യ ക്ലാസ് ഉണ്ടാകും.
സാധാരണഗതിയിൽ ലളിതാ സഹസ്രനാമം ക്ലാസ് വരുന്നത് നമുക്ക് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരിക്കും. ആ ദിവസങ്ങളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മളുടെ സിദ്ധചര്യ ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ രണ്ടും കൂടെ ക്ലാഷ് ആവില്ല. ഇല്ല, ഇത് ദേവീഭാഗവതമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ചൊവ്വാഴ്ചയുണ്ട്, പിന്നെ ചൊവ്വാഴ്ച, പിന്നെ വ്യാഴാഴ്ച, പിന്നെ ശനി, ഞായർ, അങ്ങനെയാണ് ക്ലാസ്. ആ ക്ലാസ്സിനെ കുറിച്ച് അത് ഗതാഗതി അല്ല ചെയ്യുന്നത് തോന്നുന്നു. BDPSന്റെ പ്രോഗ്രാം ആയിരിക്കണം. ഞാനതൊന്ന് ശ്രീനാഥ്ജിയായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാം. ഇത് ഗതാഗതം നടത്തുന്ന മറ്റു പ്രോഗ്രാമുകൾ എന്തായാലും ആ സമയത്ത് ഉണ്ടാവില്ല, ക്ലാഷ് ചെയ്യില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സൂര്യന് ചുറ്റുമല്ലേ ഈ ഭൂമി കറങ്ങുന്നേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് അതിന് ദേശകാലങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇപ്പൊ അവിടെ ഇപ്പം നാട്ടിലിപ്പോ 3-3:30 സമയമെങ്കിൽ ഇവിടെ ഇപ്പൊ 2 മണിയായിരിക്കും, മറ്റൊരു സ്ഥലത്ത് പകലായിരിക്കും. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ലേ ഈ കോസ്മിക് എനർജി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലെന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? അല്ലല്ലോ, കാരണം ഭൂമിയുടെ ടിൽറ്റുകൾ അനുസരിച്ച് അതൊക്കെ മാറില്ലേ? ഭൂമി ടിൽറ്റുകൾ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുമല്ലോ. അതൊന്ന് അതിൽ എടുത്ത് നോക്കി, ഒന്ന് ഗൂഗിളിലൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ടിൽറ്റ് അനുസരിച്ച് വ്യത്യാസം വരില്ലേ? അപ്പൊ ഈ കോസ്മിക് എനർജി എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണോ അതോ വേറെ ഏതെങ്കിലും? അത് വന്ന് പതിക്കുന്ന സ്ഥലം. കോസ്മിക് എനർജി സൂര്യനിൽ നിന്നല്ല പറയുന്നത്. സൂര്യനിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ അഗ്നിതത്വത്തിലേക്കുള്ള എനർജി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ പരത്തിൽ നിന്ന് വരുന്നതെന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ അത് ഇപ്പൊ ഇവിടെ വന്ന് വീഴുമ്പോ തന്നെ അത് വീഴേണ്ട സമയത്തേ വീഴുള്ളൂ. ആ ബ്രാഹ്മമുഹൂർത്തം ആവുന്ന സമയത്ത് എല്ലായിടത്തും അത് വരുള്ളൂ. കോസ്മിക് എനർജി എല്ലാ യാമങ്ങളിലും വരും. യാമങ്ങൾ ഓരോ സ്ഥലം അനുസരിച്ച് യാമങ്ങൾക്ക് കുറെ വ്യത്യാസങ്ങൾ, അവിടുത്തെ സ്ഥലം അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ ഇവിടുത്തെ അതേ സമയം അല്ലല്ലോ അവിടെ ഉണ്ടാവുക. അതിന് വ്യത്യാസമുണ്ട്. അത് വീഴുന്ന സമയങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. ശരി. പ്രകാശ് ജി സംസാരിക്കാം. നമസ്കാരം അനുപമാജി. എനിക്കൊരു ഡൗട്ട്. നമ്മളെ ഈ ഫ്രോസൺ ഷോൾഡറിന് അലോപ്പതിയിൽ എന്ന് പറഞ്ഞ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അന്നേരം സിദ്ധ വൈദ്യ രീതിയിൽ അതിന് ഒരു പരിഹാരം ഉണ്ടാകും. ഈ ഫ്രോസൺ ഷോൾഡർ വന്ന കാരണത്തെ നമ്മൾ കാണണം. പല കാരണങ്ങൾ കൊണ്ട് വരും. ആ കാരണത്തെ എല്ലാത്തിനും നമ്മൾ ഇതൊരു കോമൺ കാര്യമാണെന്ന് ചിന്തിച്ച് ചെയ്യാതെ ഫ്രോസൺ ഷോൾഡർ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ അഡ്രസ് ചെയ്ത് തന്നെ ഒരു പരിധി വരെ ഫ്രോസൺ ഷോൾഡർ വർമ്മ ചികിത്സയിൽ, സിദ്ധയിലെ മരുന്ന് കൊണ്ട് മാത്രമല്ല വർമ്മ ചികിത്സ കൊണ്ട് ഒരു പരിധിയിലപ്പുറം നമുക്ക് 90% റിസൾട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നത് വിഷ്ണു പേഴ്സണൽ ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ടൈം വെക്കാൻ തോന്നുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വെക്കുന്നതായിരിക്കും നല്ലത്. സോറി. ഇല്ല, കുഴപ്പമില്ല പ്രകാശ് ചേട്ടാ, ഞാൻ നമ്പർ അയച്ചു തരാം കേട്ടോ. താങ്ക് യു. ദീപ്തി ചോദിക്കാം. ഗുഡ് മോർണിംഗ് മാം. ഞാൻ US-ലാണ്. അപ്പം ഈ സിദ്ധ വൈദ്യത്തിൽ പറയുന്ന ഈ മരുന്നുകളൊക്കെ പറയുമെന്ന് പറഞ്ഞല്ലോ, ഇവിടെ കിട്ടാൻ ഇത്തിരി പാടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഈ വരുമ്പോ വെളിയിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളെ പറ്റി പറയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയേ പറയാൻ ഉദ്ദേശിച്ചത്. മരുന്നുകൾ അങ്ങനെ സിദ്ധത്തെ പറ്റി ഞാൻ പറയുന്നില്ല കേട്ടോ. അല്ല, ഈ ചെടികളായാലും ഇവിടെ കിട്ടാൻ അത് ചെടി പാടല്ലേ? ഞാനൊരു എളുപ്പത്തിന് പറയാനായിട്ട് ഇന്ന ചെടിക്ക് ഇന്ന ഗുണമുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ ഇതേപോലെ നമ്മള് ചെടികളൊക്കെ ആചരിക്കുമ്പം ഈ മെനപ്പോസും ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്നുള്ളത് പേഴ്സണൽ ആണോ എന്നറിയില്ല. അല്ല, ക്വസ്റ്റ്യൻ അതായത് മെനോപോസ് അല്ലെങ്കിൽ ഈ പറയുന്ന BP ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഓൾറെഡി ഇതൊക്കെ കടന്നുപോയി. അത് വന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇതിന്റെ ഒരു റൂട്ടിലേക്ക് നമ്മൾ ചിന്തിച്ചാല് BP വരുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. മെനോപോസൽ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിനും കാര്യങ്ങളുണ്ട്, വ്യത്യസ്തപ്പെടും. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയുന്ന എനർജിയെ കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവയൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും മാറ്റാമെന്ന് പറയില്ല, കാരണം മാറ്റേണ്ട പല കണ്ടീഷനിലും മരുന്നുകൾ തന്നെ ആവശ്യം വരും. പക്ഷെ ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു മാം, താങ്ക് യു. ഞാൻ ചോദിക്കാൻ കാര്യം, ഞാൻ മരുന്ന് കഴിക്കാത്ത ഒരാളാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ജീവിത രീതിയിലൂടെ മാറ്റാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.
രാജേഷ് ചോദിച്ചോളൂ. നമസ്തേ. ഈ കായകൽപ്പങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ആയുർവേദത്തിലും കായകൽപ്പങ്ങൾ എന്ന് പറയുന്നതുണ്ടോ, അതോ സിദ്ധയിൽ മാത്രമേ ഉള്ളത്? ആയുർവേദത്തിലും ഉണ്ട്. അവർക്ക് ചികിത്സ കുറച്ച് വ്യത്യാസമുണ്ട്, സിദ്ധയിൽ വ്യത്യാസമുണ്ട്. ആയുർവേദത്തിലും ഉണ്ട്. അവർക്ക് വേറൊരു കായസിദ്ധി അറ്റൈൻ ചെയ്യാനായിട്ട് വേറൊരു വലിയൊരു മെത്തേഡ് തന്നെ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി വലിയ പ്രോസസ്സാണ്. ഈ സിദ്ധയിൽ അപ്പൊ എനർജി ലെവലോട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ഈ ചികിത്സയെല്ലാം നടക്കുന്നത്. അതെ അതെ. ആയുർവേദത്തിൽ വരുമ്പോൾ അത് മരുന്നുമായി ബന്ധപ്പെട്ട് മാത്രമാണോ അത്? ഇല്ല, ആയുർവേദവും സിദ്ധയിലും ഒക്കെ തന്നെ ഈ ഒരു എനർജിയുടെ ഭാഗം വരുന്നുണ്ട്. മരുന്ന് മാത്രം എന്നുള്ള രീതിയിലല്ല. അവിടെയാണെങ്കിലും ആയുസിന്റെ വേദം തന്നെയാണ്. ആ ആയുസിനെ നീട്ടാൻ തന്നെ ആ വേദത്തില് ആയുസിന്റെ വേദം എന്നാണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയും ഈ എന്താ പറയുന്ന ആയുസ് നീട്ടി നമ്മുടെ ആ ഒരു എനർജി ലെവല് ബോഡീനെ അത്രയും ഉയർത്തി കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ആയുർവേദവും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് മരുന്ന് മാത്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയുർവേദത്തിലില്ല. ഈ പറയുന്ന എനർജി ലെവലിൽ തന്നെ ക്ലെൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് ആയുർവേദം ഉള്ളത്. എനിക്ക് യുനാനിയെ പറ്റി അത്ര അറിവില്ല. ആയുർവേദത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഗുഡ് ഈവനിങ് മാം. ഈ സിദ്ധ മെഡിസിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടാനും നല്ലൊരു ബേസ്, നല്ല റെഫറൻസ് ബുക്സ് എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു തരാൻ പറ്റും? നമുക്ക് ഇത് എൻറ്റയർലി ന്യൂ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ കിട്ടാനും ഒരു CTMR എന്ന് പറയുന്ന സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ടു സിദ്ധ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. തിരുനാരായണൻ സാർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതിയതാണ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അത് ഇംഗ്ലീഷിലുള്ള സിദ്ധയുടെ ബേസിക് ആയിട്ട് എല്ലാം വരുന്ന ഒരു സംഭവമാണ്. ഇൻട്രൊഡക്ഷൻ ടു സിദ്ധ മെഡിസിൻ CTMR. അതിൽ എല്ലാം ബേസിക് ആയിട്ട് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സിദ്ധയുടെ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. നമസ്തേ മാം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം പറയൂ. കേൾക്കാം. മാം, ഈ 50 വയസ്സ് കഴിഞ്ഞ ഞാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇതിനകത്ത് പഠിച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ടുവരാൻ പറ്റുമോ? അത് ഞാൻ ഇടയ്ക്ക് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞ പോലെ നമ്മൾ ഈ മരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ചെയ്തില്ലോ എന്ന് ചിന്തിക്കുന്നേക്കാളും നമുക്ക് പറ്റുന്ന സമയത്ത് അതൊക്കെ ചെയ്തു വെച്ചാൽ കുഴപ്പമില്ല. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ലേറ്റ് ആയിരുന്നാലും നമ്മൾ ഈ മരണക്കിടക്കയിൽ നിന്ന് ചിന്തിക്കുന്നേക്കാളും ബെറ്റർ ആണ് 50 വയസ്സിൽ അതിനെ പറ്റി ചിന്തിക്കുന്നതാണ് ഞാൻ അതിനെ പറ്റി സീനിയർ സിറ്റിസണിലോട്ട് അടുക്കാറായതുകൊണ്ട് ഞാൻ ഡൗട്ട് ചോദിച്ചതാ. ഇനി ശരീരം ഇതിലോട്ട് വഴങ്ങുമോ എന്ന് ചോദിച്ചതാവും. വഴങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുക, വഴങ്ങുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ നമ്മളിപ്പോ തലകുത്തി നിൽക്കാനോ ഒന്നും പറയണില്ലല്ലോ. അത് ശരീരം വരുമോ എന്ന് ചോദിച്ച ഒരു ഡൗട്ട് ചോദിച്ച തമാശായിട്ടുള്ള സീരിയസ് ആയിട്ട് ചോദിച്ചതാ. അല്ല, ഞാൻ കളിയാക്കിയതാണ്. അത് ആ ഒരു നമ്മളിപ്പോ ഈ ഒരു പ്രായത്തിനെ പറ്റി ബോധർ ചെയ്യണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ മറ്റേ ഫുഡൊക്കെ കഴിച്ച് അല്ല, ഞാൻ കളിയായിട്ട് പറഞ്ഞല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ശരീരം അതുമായിട്ടൊന്ന് മറ്റുള്ള ഫുഡും നോൺ വെജും അതൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്ന അതുകൊണ്ട് നോൺ വെജ് ഒഴിവാക്കണമെന്നോ ഞാൻ പറഞ്ഞില്ലേ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പഴയ രീതികളിൽ ചര്യകളിൽ. പക്ഷെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും അഡോപ്റ്റ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരുപാട് നമ്മളെ ശരീരത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒന്നും ചെയ്യണ്ട. പറ്റുന്ന പോലെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പം നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? അതേ ഉദ്ദേശിച്ചുള്ളൂ. അതാ പറഞ്ഞത്. ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് വളയാത്തൊരു ചൂരലിനെ വളച്ചൊടിക്കാൻ നമ്മൾ നോക്കിയാൽ അത് പണി കിട്ടും. അപ്പൊ അതിലേക്ക് പോവാതെ പറ്റുന്ന പോലെയൊക്കെ അതിനൊന്ന് മെരുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. കോസ്മിക് പവർ അത് കിട്ടും. അത് നമ്മുടെ എല്ലാം ടൈലൊക്കെ ഇട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നിടത്ത് ഭൂമിയായിട്ട് ടച്ച് ചെയ്ത് നിൽക്കണ്ട. അല്ല, അങ്ങനെയാണോ? അതോ അല്ലാതെ പ്രശ്നമില്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എനർജി റിസീവ് ചെയ്യുന്നത് കാലില്, പാദസ്പർശം, കയ്യ്, ഉള്ളം കയ്യ്, മൂർധാവ്, പഞ്ചേന്ദ്രിയങ്ങൾ, ഇത്രയും കൂടെയാണ് നമ്മളെ എനർജി റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ നിലത്ത് തന്നെ നിൽക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ. അതെ മാം. അതുപോലെ അടൂരാണ് വീട്. ഇപ്പൊ അവിടെ അല്ല, വെളിയിലാണ് ഞാൻ. അപ്പം എനിക്ക് പക്ഷെ കായംകുളത്ത് മാമിനെ നേരിട്ട് വന്ന് കാണാനാണ്. കാരണം മറ്റുള്ള ഇപ്പൊ ഞാൻ കേട്ടായിരുന്നു പറഞ്ഞത്. മാമിന്റെ സ്പീച്ച് വളരെ നല്ലതായിരുന്നു. അത് ശരിക്കും നമ്മളിലോട്ട് എത്തി. അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായി. അത് ഇപ്പൊ എനിക്ക് ആ കായംകുളത്ത് അത്
ഒന്ന് വന്ന് കാണണം. അതിനകത്ത് എവിടെയാണ് പേരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയ ദക്ഷ അടൂരാണ് വീട്. ക്ലിനിക്കിന്റെ പേര് ദക്ഷ എന്നാണ്. ദക്ഷ സിദ്ധ ക്ലിനിക് എന്നാണ് പേര്. വേറെ നമ്മുടെ നാഷണൽ ഹൈവേ സൈഡ് ആണോ അതോ നമ്മുടെ ഇവിടുന്ന് പുനലൂർ നാഷണൽ ഹൈവേ 1 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് വരാനുണ്ട്. ഒച്ചറയ്ക്കാണോ ആലപ്പുഴയ്ക്കുള്ള റൂട്ടാണോ? ഹരിപ്പ 1 കിലോമീറ്റർ ആലപ്പുഴ റൂട്ട്. ഹരിപ്പ് ആലപ്പുഴ റൂട്ടിൽ ആലപ്പുഴ NH ഒരു ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനുണ്ട്. എന്ത് പേര്? ധന്യ ദക്ഷ. ദക്ഷ. ഓക്കെ മാം. എനിവേ സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. പരിചയം കാണാൻ പറ്റിയതും ദൈവം അനുഗ്രഹിച്ച നേരിട്ട് കാണാം. ഓക്കെ മാം. സന്തോഷം. കാണാം. നമസ്തേ മാം. ഞാൻ ചോദിച്ചത് ഈ കോസ്മിക് എനർജി റിസീവ് ചെയ്യാൻ നമ്മള് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതിയിട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം മെത്തേഡിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് സത്യത്തിൽ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഉണർന്നിരുന്നാൽ മതി. ആ സമയത്ത് കുറച്ചു നേരം നട്ടിൽ നിവർന്ന് ഉണർന്നിരുന്നാൽ റിസീവ് ചെയ്യേണ്ടതൊക്കെ റിസീവ് ആയിക്കോളും. സത്യത്തിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നവരും അല്ലെങ്കിൽ പ്രാണായാമം ഒക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യാതിരുന്നിട്ട്, അതല്ലെങ്കിൽ നമുക്ക് എനർജി ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ എനർജി റിസീവിങ്, 2 നമുക്ക് പ്ലാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് ഇരുന്നൊന്ന് കുറച്ചു നേരം പ്ലാൻ ചെയ്തു വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്, ഒരു വെൽത്ത് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആണ്, ബിസിനസ് റിലേറ്റഡ് ആണ്, പ്രൊഫഷൻ റിലേറ്റഡ് ആണ്, അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് ആ സമയത്ത് ഇരുന്ന് ഒരു പേപ്പറും പേനയും എടുത്തു വെച്ചിരുന്ന് എഴുതി വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആ സമയത്ത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ അതൊരു കോസ്മിക്കിലേക്ക് കൊടുക്കുന്ന പോലെയാണ്, അതൊരു സങ്കല്പമായിട്ട് വരിക. ആ ഒരു സങ്കല്പം നമുക്ക് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. അതൊക്കെ ആ സമയത്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ശരിക്കും കുറെ റിസർച്ചും സ്റ്റഡീസും അതിന്റെ മുകളിൽ നടന്നിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നട്ടിൽ നിവർന്ന് എണീറ്റിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യാൻ അറിയെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും. അതാണ് ഏറ്റവും ബെറ്റർ. ഒന്നും വേണ്ട, ഒരു കുറച്ച് സമയം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ജസ്റ്റ് നട്ടിൽ നിവർന്ന് എണീറ്റിരുന്നാൽ പോലും നമുക്ക് എനർജി റിസീവ് ചെയ്യാൻ പറ്റും. ബട്ട് അത് ആ ടൈം അല്ലെങ്കിൽ നമുക്ക് ദിവസത്തിലെ 2 നേരമെങ്കിലുള്ള ഏതെങ്കിലും യാമത്തിൽ ഉണർന്നിരുന്നാലും, മീൻസ് ഒന്ന് നമുക്ക് നിശ്ചലമായിട്ട് ഇരിക്കാൻ പറ്റിയാലും വളരെ നല്ലത്. എന്ന് പറഞ്ഞ ഏത് സമയം? ഞാൻ പറഞ്ഞു 3, 6, 12, 9. 3, 6, 9, 12. 3, 6, 9, 12. വീണ്ടും 3, 6, 9, 12. ഈ ബ്രഹ്മമുഹൂർത്തം 3:30 തൊട്ടാണോ? 3 മണി. അതിൽ ചില ഡീവിയേഷൻസ് വരാറുണ്ട്. നമ്മൾ 3 തൊട്ട് 3:20 വരെയുള്ള സമയം ഉണർന്നിരിക്കാം. കലണ്ടറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. നമുക്ക് 3 o'clock എണീറ്റിരിക്കാം. അതൊരു യാമമായിട്ട് തന്നെ കണക്കൂട്ടും. 3 to 20 വരെയൊക്കെ ഇരിക്കാം. ഇതിൽ ശരിക്കും കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ മറന്നു പോകും. അത് ഓർത്തിരിക്കാനും എല്ലാവരും സ്കോളിലും അല്ലെങ്കിൽ ഈ ശാന്തിരി പോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന ടൈമിംഗ് ആണ് ഈ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5:30 വരെ ഇല്ലത് അല്ലേ? അത്രയും നേരം അതിന്റെ എനർജി ഉണ്ടാവും. പക്ഷെ പീക്കാണ് ഞാൻ പറയുന്നത്. എനർജി ഉണ്ടാവും, പീക്കാണ് ഞാൻ പറഞ്ഞത്. 3 to 20. ആ ടൈം ഭയങ്കര പീക്കായിരിക്കും. കുറച്ച് വേരിയേഷൻസ് വരും, ഡിപ്പെൻഡിങ് വരാറുണ്ട്. ചില സമയങ്ങളിൽ അതിന്റെ സമയങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം വരാറുണ്ട്. പിന്നെ അത് അതിനനുസരിച്ച് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ജ്യോത്സ്യ കൂട്ടായ്മ അങ്ങനത്തേലൊക്കെ ഇന്നത്തെ ബ്രാഹ്മമുഹൂർത്തത്തിന്റെ ടൈം കുറച്ച് വ്യത്യാസം, സൂര്യന്റെ ഉദയം അതിന്റെ ഒക്കെ വ്യത്യാസം വരുന്ന പോലെ കുറച്ച് ടിൽറ്റ് അനുസരിച്ച് ഉത്തരായനം ദക്ഷിണായനം വരുമ്പോഴൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ ഈ 3 o'clock അങ്ങ് എടുത്തു കഴിഞ്ഞാൽ കോസ്മിക് പവർ ഹൈ ആണ് ആ ടൈം. സൂരജ് ജി ചോദിക്കാം. ജയശ്രീ നാരായണൻ ചോദിച്ചോളൂ. നമസ്തേ മാം. ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീച്ചിരിക്കുമ്പോ നമ്മള് വീട്ടിനകത്തിരുന്നാൽ മതിയോ? കാരണം രാവിലെ 3 മണിക്കൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങണ്ട. അതൊക്കെ തേടി വരേണ്ട സ്ഥലത്ത് തേടി വന്നോളൂ. നമ്മളെ ഹാളിൽ എങ്ങനെ ഇരുന്നാൽ മതി? മതി. ബെഡിൽ എണീച്ചിരുന്നാ മതി. അതിന് പ്രത്യേകിച്ച് എവിടെയും പോകുന്നും വേണ്ട. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പദ്ധതികളൊക്കെ എഴുതി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് എഴുതി, അല്ലെങ്കിൽ അതിനെ നമ്മളുടെ ആ എഴുതുമ്പോ ബ്രെയിനും ഫിംഗേഴ്സും തമ്മിലുള്ള കണക്ഷൻസ് വന്ന് അത് നമ്മൾ എഴുതുമ്പോൾ അതൊരു പുറത്തേക്ക് വിടുന്നത് പോലെ വരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേം കൂടെ അത് എഫക്റ്റീവ് ആയിരിക്കും.
അത് ഓക്കെ, ശരി, താങ്ക് യു. എങ്ങനെയാണ് നമുക്ക് വീടിനകത്ത് ഇപ്പൊ എല്ലാരും ആ ഒരു ചോദ്യം സംശയം വന്നത്, മൊബൈലിലൊക്കെ റേഞ്ച് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ വെളിയിൽ പോയി നിന്നിട്ടാണോ റേഞ്ച് കിട്ടുന്നത്? നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ റേഞ്ച് വരുന്നില്ല, എന്തുകൊണ്ടാണ്? റേഡിയേഷൻ റേസ് നമ്മൾ ഇരിക്കുന്നിടത്ത് വരുവാണ്, നമ്മൾ ഇനി അടച്ചുപൂട്ടി ഓക്കെ, ഒരു സാധനത്തിനകത്ത് ഇരുന്നാൽ പോലും വരും. ഓക്കെ, അത്രേ താങ്ക് ഉള്ളൂ, യു. സിമ്പിൾ ആയിട്ടുള്ള സംഭവം. ചേച്ചി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ് യെസ് യെസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നാളെയല്ല മറ്റന്നാൾ മുതലാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുക. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നന്ദി.